ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി. മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക്, മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക്. തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥ, തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥ. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ സ്നേഹവന്ദനം ഈ ഹോളിലായിരിക്കുന്ന, ഈ ശബ്ദപരിധിയിലായിരിക്കുന്ന സകലരെയും അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളോട് കൂട്ടായിരിക്കട്ടെ, നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ ഭൂമിയിലെ യാത്ര ഇതൊരു ചെറിയ ഒരു വോയേജ്, ഒരു യാത്ര മാത്രമാണ്. ദൈവരാജ്യം അവകാശമാക്കുവാനുള്ള ഒരു യാത്ര മാത്രമാണ് ഭൂമി എന്ന് പറയുന്നത്. മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കുന്ന ദൈവത്തിൻ്റെ കലാലയമാണ് ഭൂമി. ഭൂമി എന്ന് പറയുന്നത് മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ കലാലയമാണ്. അതിലെ ക്ലാസ് റൂമാണ് സഭകൾ. ഗ്ലോറി. അവിടുത്തെ ടീച്ചറാണ് പരിശുദ്ധാത്മാവ്. വളരെ ശ്രദ്ധയോടുകൂടെ ഈ ജീവിത യാത്രയിൽ നാം മുന്നോട്ടേക്ക് പോയാൽ നാം അനുഗ്രഹീതരായിരിക്കും. നാം ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഡിവിഷൻ ഇൻ ചർച്ചസ്. ചർച്ചുകളിലെ ആ ഡിവിഷനാണ്, കിങ്ഡം ഡിവിഷൻ. ഗ്ലോറി. ഇതാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ മെയിൻ ടൈറ്റിലുമായുള്ള ബന്ധത്തിൽ ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ചർച്ചസ് ബിക്കംസ് ഹെൽസ് ട്രാപ്സ് ഓൺ എർത്ത്. ചർച്ചുകൾ ഇന്ന് നരകത്തിൻ്റെ കുടുക്കുകളായി മാറിയിരിക്കുകയാണ്. നരകത്തിൻ്റെ കുടുക്കുകൾ. ഈ കുടുക്കുകളിൽ നാം അകപ്പെട്ടു പോകരുത്. ഈ യാത്രയിൽ വളരെ നല്ല ചർച്ചുകളുണ്ട്, എന്നാൽ നല്ലൊരു ശതമാനം ചർച്ചുകളും ഇന്ന് പിശാചിൻ്റെ കുരുക്കുകളാണ്. പിശാചിൻ്റെ കുരുക്കുകളാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ ഈ കാണുന്ന ഈ ചിത്രം പെട്ടെന്ന് ഒരു ഐഡിയ നിങ്ങൾക്ക് തരുവാനായിട്ടിടയാകും. ചർച്ചസ് ബിക്കംസ് ഹെൽസ് ട്രാപ്സ് ഓൺ എർത്ത്. ഓരോ ചർച്ചുകളും ഓരോ പിശാചിൻ്റെ കുരുക്കുകളായി തീരുകയാണ്. കുരുക്കുകൾ. ഇത് മനുഷ്യർ മനസ്സിലാക്കുന്നില്ല, ഇത് കുരുക്കാണെന്നുള്ള വിവരം. നിങ്ങൾ ചിന്തിക്കാതെ എങ്ങനെയാ ഇതാ ജനം ഒരു ചർച്ചിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ ഹൃദയത്തിലെ ചിന്ത എന്താ? ഞങ്ങൾ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുക, സ്വർഗരാജ്യത്തിലേക്ക് യാത്ര ചെയ്യുകയാണെന്നാണ് അവരുടെ ഹൃദയത്തിലെ ചിന്ത. അവരവിടെ അവരോട് പറയുന്നതനുസരിച്ച് യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു. സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ രക്ഷ, സ്നാനം, പരിശുദ്ധാത്മാ അഭിഷേകം, തുടർന്ന് കൂട്ടായ്മ, അപ്പം നുറുക്കൽ, പ്രാർത്ഥന, ഇങ്ങനെയുള്ള അടിസ്ഥാന ഉപദേശങ്ങൾ അവർ മുന്നോട്ടേക്ക് പോവുകയാണ്. നല്ല കാര്യം, അത് ആവശ്യവുമാണ്. എന്നാൽ ഈ സഭകളിലേക്ക് കയറി വരുന്ന ഈ ജനം സ്വർഗരാജ്യത്തിലേക്കെന്നും പറഞ്ഞ് യേശുവിനെ കർത്താവായി സ്വീകരിക്കുകയും തുടർന്ന് അവർ കേട്ട സുവിശേഷീകരണവും അഭിഷേകവും എല്ലാം സ്വീകരിച്ച് അവർ ഒരു സഭയുടെ ഉള്ളിലായി അവസാനം ഇതാ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഇതിനേക്കാളും വലിയ ചതി വേറെ വല്ലതും ഉണ്ടോ? ഈ കുഞ്ഞുങ്ങൾ ഈ സഭയുടെ ഉള്ളിൽ കയറിയത് എന്തിനാ? സ്വർഗരാജ്യത്തിൽ ചെല്ലാനാ. ഇവർ അഭിഷേകം പ്രാപിച്ച് ശുശ്രൂഷ ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞ് ഇതാ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ഞാൻ നിങ്ങളെ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവർ കുടുക്കിൽ വീഴുകയായിരുന്നു ചെയ്തത്. ഇവർ ചതിക്കപ്പെടുകയായിരുന്നു ചെയ്തത്. ഇതിനു വേണ്ടിയാണോ നമ്മൾ ഓരോരുത്തരും ഒരു സഭയിൽ കടന്നിരിക്കുന്നത്?
ഈ ലോകപ്രകാര സഭയിൽ കിടക്കുന്ന വ്യക്തികളെ കുറിച്ചല്ല പറയുന്നത്. അവരെ കുറച്ച് കാശ് കിട്ടാനും ഒരു രോഗം മാറാനും ക്ഷീണം മാറാനും അങ്ങനെയുള്ള ചിന്തയിൽ സഭകളിൽ കടന്നു വന്നിരിക്കുന്ന ആളുകളുണ്ട്. കൂടുതൽ ബിസിനസ് കിട്ടാനും ചർച്ചിലെ ആളുകളെ പരിചയപ്പെടാനും ഒക്കെ ആയിട്ട് വരുന്ന ആളുകളുണ്ട്. ഇത് അവരെക്കുറിച്ചല്ല പറയുന്നത്. ജെന്യൂനായിട്ട് ഒറിജിനലായിട്ട് ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗം രാജ്യം അവകാശമാക്കണമെന്ന ആഗ്രഹത്തോടെ വരുന്ന ജനം ചർച്ചുകളിൽ പെട്ട് ആക്ച്വലി ചർച്ച് തന്നെ അവരുടെ കുരുക്കായിത്തീരും. ചർച്ചിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ യേശുവുണ്ട്, സുവിശേഷമുണ്ട്, ആത്മാവുണ്ട്. ഇതുങ്ങളിനി വേറെ എങ്ങും പോവില്ല. കാരണം ഇതൊക്കെ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് എല്ലാം എന്ന് പറഞ്ഞ് അവിടെ കുരുങ്ങിയവര്. പക്ഷേ ക്രിസ്തീയ മതത്തിലല്ലാത്ത പുറമേയുള്ള ഒരു ഹിന്ദുവോ മറ്റു മതക്കാരനോ യേശുക്രിസ്തുവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം കേട്ടാൽ അവർ പെട്ടെന്ന് കടന്നു വന്ന് അവർ ദൈവരാജ്യത്തിലേക്ക് മൂവ് ചെയ്യും. പക്ഷേ ഇന്ന് ക്രിസ്തീയ സഭകളിലുള്ള ഒരു വ്യക്തി ആ വ്യക്തി മൂവ് ചെയ്യില്ല. കാരണം ആ വ്യക്തിയുടെ ചിന്തയിൽ ആ വ്യക്തി ഓൾറെഡി എവിടെ എത്തിക്കഴിഞ്ഞു? ആ ദൈവിക മാർഗത്തിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വ്യക്തി നിൽക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തികളാണ് അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത്. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21, 22, 23 കർത്താവ് ജഡ്ജ്മെന്റിന്റെ പാറ്റേണിനെ കുറിച്ച് പറയുമ്പോൾ ധാരാളം പ്രാവശ്യം ഈ ഹോളിലുള്ളവർ, ഈ ശബ്ദപരിധിയിലുള്ളവർ ഇത് കേട്ടിട്ടുള്ളതാണ്. ഒരു കൂട്ടരുടെ ക്ലെയിം, ഞങ്ങൾ റോമാലേഖനം 10-ാം അധ്യായം 9-10 പ്രകാരം അങ്ങയുടെ രക്ഷകനായി സ്വീകരിച്ചതാണ്. സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്നാമത്തതാണ്. ഗ്ലോറി, രക്ഷിക്കപ്പെടുക. അവർ രക്ഷിക്കപ്പെട്ടവരാണ്. കർത്താവ് പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവർ ഏവരും അല്ല. ഗ്ലോറി. അപ്പോൾ അങ്ങനെ വിളിച്ചതിന് തെറ്റുണ്ടോ? തെറ്റില്ല. അങ്ങനെ വിളിച്ചപ്പോൾ നീ സൗജന്യമായി നീയെ മരണത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ആദം പാപം ചെയ്ത മുഖേന ഉൽപ്പത്തി 2:17 പ്രകാരം നീ മരണത്തിന്റെ കീഴിലാണ്. അതിൽ നിന്ന് കർത്താവ് നിന്നെ സൗജന്യമായി വെടിവെച്ചു. പക്ഷേ അത് സ്വർഗരാജ്യം അവകാശമാക്കിയതിന് തുല്യമല്ല. എന്നാൽ ഈ ഗേറ്റ് സ്വർഗരാജ്യം അവകാശമാക്കുവാനുള്ള ഗേറ്റാണ്, ജഡ്ജ്മെന്റാണ്. അതുകൊണ്ട് എന്നോട് കർത്താവേ കർത്താവ് എന്ന് പറയുന്ന ഏവനും അല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യം അവകാശമാക്കുന്നത്. അപ്പോൾ എന്താണ് പിതാവിൻ്റെ ഇഷ്ടം എന്ന് നമുക്ക് ചോദിക്കാം. മറ്റൊന്നുമല്ല പിതാവിൻ്റെ ഇഷ്ടം, നമ്മളുടെ വിശുദ്ധീകരണത്തിലൂടെ നാം ദൈവപുത്രന്മാരായി വെളിപ്പെടണം. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന് ജനമേ, എന്ന തൊട്ടടുത്ത കൂട്ടം അതിനേക്കാൾ ആത്മീകമായി ഇവർ അഭിഷേകം പ്രാപിച്ചിട്ടുള്ളവരാകാം. ഇതാ അനേക ഭൂതങ്ങളെ പുറത്താക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, പ്രവചിക്കുന്നു. കർത്താവ് പറഞ്ഞു, അന്നാളിൽ പലരും എന്നോട് പറയും, നിന്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, പ്രവചിച്ചു. അപ്പൊ അവരുടെ ദൃഷ്ടിയിൽ അവർ നല്ലതാണ് ചിന്തിക്കുന്നത്. അവരുടെ ദൃഷ്ടിയിൽ അവർ ചെയ്തത് നല്ലതാണ്. ഇപ്പോൾ പ്രതിഫലം കിട്ടുമെന്നുള്ള ചിന്തയിലാണ് യേശുവിനോട് പറയുന്നത്. പക്ഷെ യേശു അവരോട് തിരിച്ചു പറയുന്നത് എന്താ? അവരോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കിയില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ പുറത്തു പോ, ഔട്ട്. ഗ്ലോറി. ശരിക്കും പറഞ്ഞാൽ ഇവർ സഭകളിലായിരുന്നില്ലേ? ഈ ഭൂമിയിലായിരുന്നപ്പോൾ സഭകളിലായിരുന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ ആ സഭകൾ ഇവർക്ക് കുരുക്കായല്ലേ തീർന്നത്? സഭകൾ കുരുക്കായി തീർന്നു അവർക്ക് യഥാർത്ഥത്തിൽ. ഗ്ലോറി. യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ കാഴ്ചപ്പാട് ലഭിച്ച ദൈവദാസൻ ഇവരെ ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്തെന്ന് മനസ്സിലാക്കി അതിലേക്ക് നയിക്കണമായിരുന്നു. ജനമോ കുരുടന്മാർ, ഞാൻ പറയുന്നതല്ല, കർത്താവ് പറയുന്നത്. കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. അതായത് കുരുടത്വം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കാഴ്ചപ്പാടില്ല. ഇവരെയാണ് കുരുടത്വം എന്ന് പറയുന്നത്. അതായത് നാം അവസാനം അവകാശമാക്കേണ്ടത് ദൈവത്തിന്റെ രാജ്യമാണ്. ദൈവവചനം 2 പത്രോസ് അതിന്റെ 1-ാം അധ്യായത്തിൽ പറയുന്നു, ഇവയില്ലാത്തവനോ കുരുടനത്രേ. ഇവയില്ലാത്തവനോ കുരുടനത്രേ. അതായത് നാം അവിടെ പറയാണ്, ഇങ്ങനെ ചെയ്താൽ ദൈവത്തിന്റെ രാജ്യത്വത്തിലേക്കുള്ള ആ പ്രവേശനം ധാരാളമായി പ്രാപിക്കും. പക്ഷേ ഇവയില്ലാത്തവനോ കുരുടനത്രേ. ഇവയില്ലാത്തവൻ കുരുടനാണ്. ഗ്ലോറി.
രക്ഷ ആവശ്യമാണ്, സ്നാനം ആവശ്യമാണ്, അഭിഷേകം ആവശ്യമാണ്, അപ്പം നുറുക്കൽ ആവശ്യമാണ്, കൂട്ടായ്മ ആവശ്യമാണ്, പ്രാർത്ഥന ആവശ്യമാണ്. ഇതെല്ലാം അടിസ്ഥാന ഉപദേശങ്ങളാണ്. പക്ഷെ അടിസ്ഥാന ഉപദേശങ്ങൾക്ക് വേറൊരു അടിസ്ഥാനം ഉണ്ടെന്നുള്ള കാര്യം എല്ലാവരും മറക്കരുത്. അടിസ്ഥാന ഉപദേശങ്ങൾ അടിസ്ഥാനമില്ലാതെ പഠിപ്പിക്കുന്നതാണ് അപകടമായി തീർന്നത്. അടിസ്ഥാന ഉപദേശങ്ങളുടെ അടിസ്ഥാനം വേറെ ഒന്നുമല്ല. ഇതൊക്കെ നാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? ഈ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കാൻ വേണ്ടിയാ. ഇതൊക്കെ നാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? ദൈവരാജ്യം അവകാശമാക്കാൻ വേണ്ടിയാ. ദൈവരാജ്യം എന്ന ഫൗണ്ടേഷൻ ഇല്ലാതെ അതിൻ്റെ മുകളിൽ അടിസ്ഥാന ഫൗണ്ടേഷനുകൾ മാത്രം കെട്ടിവെച്ചുകൊണ്ട് നാം മുന്നോട്ടേക്ക് പോകുമ്പോൾ നാം അപകടത്തിലായി തീരും. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ഫൗണ്ടേഷനായ ദൈവരാജ്യം എന്ന ഫൗണ്ടേഷൻ ഇട്ടിട്ട് വേണം അതിൻ്റെ മുകളിൽ രക്ഷയും സ്നാനവും അഭിഷേകവും കൂട്ടായ്മയും പ്രാർത്ഥനയോ അപ്പം നുറക്കലും ഒക്കെ വയ്ക്കാൻ. അടിസ്ഥാന ഫൗണ്ടേഷനായ ദൈവരാജ്യം ഇല്ലാതെ രക്ഷയും മറ്റു അടിസ്ഥാന ഫൗണ്ടേഷനുകൾ ഇട്ടിട്ട് പോയിട്ട് അപകടത്തിൽ ചെന്ന് ചാടുവാനായിട്ട് ഇടയാകരുത്. സഭകളുടെ ദയനീയ സ്ഥിതി പലപ്പോഴും യാത്രകളിൽ കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. എല്ലാ സഭകളും ഈ കൂട്ടത്തിൽ പെട്ടതല്ല. എന്നാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ധാരാളം സഭകളുണ്ട്. ഈ സഭകളുടെയൊക്കെ പിന്നില് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സിഗരറ്റിന്റെ പരസ്യത്തിൽ ഞാൻ ഈ യാത്രയിൽ നാട്ടിലൂടെ കടന്നുപോയപ്പോൾ കണ്ടൊരു കാര്യം, സിഗരറ്റിന്റെ പരസ്യത്തിന്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പിശാചിനെ കാണുവാനായിട്ട് ഇടയായി. ഒളിച്ച് പടം വെച്ചൊരു പിശാചിന്റെ പടം സിഗരറ്റിന്റെ. അതായത് ഈ സിഗരറ്റ് വലിക്കുമ്പോൾ നിന്നെ ഈ പിശാചി പിടിക്കുമെന്നാണ് ആ പടത്തിന്റെ അടയാളം, അതിന്റെ സന്ദേശം. ഇതേപോലെ തന്നെ പ്രിയരെ, ഈ സഭകളുടെ പുറകിൽ ഒളിച്ചിരിക്കുന്നത് എന്താണ്? ക്രിസ്തുവിന്റെ മനസ്സില്ലാത്ത സഭകളുടെ പുറകിൽ ഒളിച്ചിരിക്കുന്നത് എന്താണെന്ന് നാം മനസ്സിലാക്കണം. കർത്താവ് നിങ്ങൾക്ക് പലതിലും കാണാം, പലതിൻ്റെയും പുറകിൽ പിശാചാണ് ഒളിച്ചിരിക്കുന്നത്. എന്നാൽ വളരെ റയറായിട്ട്, വളരെ ചുരുക്കം ചർച്ചകളിൽ ക്രിസ്തുവാണ് വെളിപ്പെടുന്നത്. വളരെ ചുരുക്കം ചർച്ചകൾ. ഇത് നാം മനസ്സിലാക്കി പ്രവർത്തിച്ചില്ല എങ്കിൽ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതം അപകടത്തിലായി തീരുവാനായിട്ട് ഇടയാകും. ഗ്ലോറി, നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടില് ഗവൺമെന്റ് വാല്യൂ ഒരു പേപ്പറിലാണ് വെച്ചിരിക്കുന്നത്. ആ പേപ്പറിൽ വാല്യൂ വെച്ച ആ പേപ്പറുകൾ നമ്മൾ കറൻസി എന്ന് വിളിക്കുന്നു. ആ വാല്യൂ കറൻസിയിൽ വെച്ചിരിക്കുമ്പോൾ 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ ഈ നാളുകളിൽ ഗവൺമെന്റ് ക്യാൻസൽ ചെയ്തു. ഇന്ത്യയുടെ കാര്യമാണ് ഈ പറയുന്നത്. നിങ്ങൾ അറിഞ്ഞില്ല എങ്കിൽ അത് അറിയുക. അതിന്റെ കാരണം എന്താണ്? ഗവൺമെന്റ് ഏത് നോട്ടിൽ വാല്യൂ വെച്ചോ ആ നോട്ടിൽ തന്നെ കള്ളന്മാർ പിടികൂടി. ആ നോട്ടിൽ തന്നെ കള്ളനോട്ട് അതേ രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് എവിടെയാണോ വാല്യൂ വെച്ചത് ആ വാല്യൂ തന്നെ പുറത്തിറക്കി. അനേക കള്ളനോട്ടുകൾ ഇന്ത്യയിൽ വ്യാപരിച്ചു. അനേക കള്ളപ്പണം വ്യാപരിച്ചു. ഗവൺമെന്റിന് ഒരു രീതിയിലും ഒരു കൺട്രോൾ ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നപ്പോൾ അവസാനം ഗവൺമെന്റ് തീരുമാനിച്ചു ഈ 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ പരിപൂർണമായി പിൻവലിക്കാം. ഗ്ലോറി, ഹല്ലേലൂയ. അത് പ്രിയരെ, ഇതേപോലെ തന്നെ സ്വർഗത്തിലെ ദൈവം ഇതൊന്നും ചർച്ചകളൊന്നും പിൻവലിക്കുകയല്ല, പകരം എല്ലാത്തിനും കുഞ്ഞുങ്ങൾക്ക് വാണിംഗ് കൊടുക്കുവാനിടയാകും. മക്കളെ, എല്ലാ ചർച്ചകളും എൻ്റെ ചർച്ച അല്ല. എല്ലാ ചർച്ചകളും എൻ്റെ ചർച്ച അല്ല. 1000-ന്റെയും 500-ന്റെയും രൂപകൾ ഇറങ്ങുന്നെങ്കിലും അതെല്ലാം ഗവൺമെന്റ് റിലീസ് ചെയ്തതല്ല. എന്നതുപോലെ എല്ലാ ചർച്ചകളും എൻ്റെ ചർച്ച അല്ല. പലതും സാത്താന്റെ പള്ളികളാണ്. പേരുകൾ യേശുവിൻ്റെതാണെങ്കിലും പലതും സാത്താന്റെ പള്ളികളാണ്. യേശുവെന്നും ആത്മാവെന്നും സുവിശേഷം ഒന്നും ഒക്കെ പറയുമ്പോൾ അത് മറ്റൊരു യേശു, അത് മറ്റൊരു സുവിശേഷം, അത് മറ്റൊരു ആത്മാവ്. ഗ്ലോറി, അതായത് ഒറിജിനൽ ഹെവൻലി ഗവൺമെന്റിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്നതല്ല. ഹല്ലേലൂയ. അപ്പോൾ അതിൽ കയറി നിങ്ങൾ ചതിക്കപ്പെടരുത്. ഇതുകൊണ്ടാണ് വചനത്തിൽ അനേക പ്രാവശ്യം പറയുന്നത് ചതിക്കപ്പെടരുത്, ചതിക്കപ്പെടരുത്, ചതിക്കപ്പെടരുത്. ഗ്ലോറി. എങ്കിലും ലോകം അകത്തിരിക്കുന്ന ജനം, ലോക ചിന്ത അകത്തിരിക്കുന്ന ജനം പിശാച് ഓഫർ ചെയ്യുന്നത് എന്താണ്? ഒറിജിനൽ. കർത്താവ് പറഞ്ഞു ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയണം. സുവിശേഷത്തിൽ ഓഫറുണ്ട്. ആ ഓഫർ കണ്ടിട്ടാണ് ആളുകൾ അതിലേക്ക് വീഴുന്നത്. ഗ്ലോറി.
ഇതാ മത്സ്യത്തെ പിടിക്കാൻ ചുമ്മാ പിടിക്കുകയാണോ? ഓഫർ കൊടുത്തല്ലേ പിടിക്കണേ. അതിന്റെ ചൂണ്ടക്കുളത്തിൽ ഒരു ഓഫർ ഇടും. എന്താണ് ഓഫർ? ആ മത്സ്യം ഇഷ്ടപ്പെടുന്ന എന്താണോ അതിടണം. ഗ്ലോറി. ഇതാ ചെറുനാളില് ഞാൻ ചിന്തിക്കുന്നു, 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ചമ്പക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണായിരുന്നു. അവിടെ വലിയ മാർക്കറ്റൊക്കെ ഉണ്ട്, പുഴയുണ്ട്. അവിടെ മീൻ പിടിക്കാൻ പോകുമ്പോൾ അവരെ പറയുന്ന അവിടെ മീൻ പിടിക്കാൻ ഞങ്ങൾ ചൂണ്ടയുമായിട്ട് കുഞ്ഞുങ്ങൾ പോകും. അങ്ങനെ അവിടെ ചൂണ്ടയിടുന്ന സമയത്ത് ഇതാ വാള എന്ന ഭയങ്കര നീളം കൂടിയ ഒരു മീനെ പിടിക്കാനായി പോകുന്നത്. അപ്പോ അതിന് കൊച്ചു കൊച്ചു ഞാഞ്ഞുകളൊന്നും ഇട്ടാൽ അത് കൊത്തത്തില്ല. അതിന് ഇടുന്നത് ഈ മത്തി കട്ട് ചെയ്തിട്ട് അതിൽ കൊളത്തി കൊടുക്കണം. എങ്കിലേ അതിന് താല്പര്യമുള്ളൂ. അപ്പോ ഓരോന്നിനും ഇഷ്ടപ്പെട്ട ഇരയിട്ടിട്ടാണ് ഓരോന്നിനെയും പിടിക്കുന്നത്. ഗ്ലോറി. ഇതാ ക്രിസ്തീയ സഭകളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തെ ത്യജിച്ച്, നമ്മുടെ സ്വന്തത്തെ ത്യജിച്ച് ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് കടന്നു വരാൻ കഴിയാതെ ഇരിക്കുമ്പോൾ അവർക്ക് വേണ്ടത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള മൂവ്മെന്റുകൾ, അവർക്ക് വേണ്ടത് ലോകവുമാകയാൽ പിശാച് എന്ത് ചെയ്യും? അവർക്ക് വേണ്ടി ലോകമെന്ന ഇര കൊളത്തി സുവിശേഷത്തെ ഇട്ടുകൊടുക്കും. ലോകമെന്ന ഇര കൊളത്തി സുവിശേഷത്തെ ഇട്ടുകൊടുക്കും. ഒറിജിനൽ യേശു അത് ചെയ്യില്ല. ഗ്ലോറി. ഇതാ പിശാച് യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നപ്പോഴും യേശുവിനോട് എന്നാ പറഞ്ഞേ? നീ ഒരു കാര്യം ചെയ്യേ, എന്നെ നമസ്കരിച്ചാൽ മതി, ഈ ലോകത്തിലെ സകല നന്മകളും ഇതാ മഹത്വവും ഞാൻ നിനക്ക് തരാം. അപ്പോൾ പിശാച് കൊടുക്കുവാൻ തയ്യാറാണ്. ഒറിജിനൽ യേശുവിന്റെ അടുക്കൽ വന്നിട്ടത് കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ അടുക്കൽ എത്രയധികം. പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, എന്തിനാ ഇങ്ങനെ കിങ്ഡം മാത്രം പ്രസംഗിക്കുന്നത്? കുറച്ച് ലോകവും കൂടി പ്രസംഗിച്ചു കൂടെ? അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നത്, എന്തിനാ യേശു പ്രസംഗിച്ചത് മാത്രം പ്രസംഗിക്കുന്നത്? കുറച്ച് പിശാച് പ്രസംഗിച്ചതും കൂടി പ്രസംഗിച്ചു കൂടെ എന്നാണ്. ഇതാ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ കിങ്ഡം പ്രസംഗിപ്പിൻ, ദൈവരാജ്യം പ്രസംഗിപ്പിൻ. ഗ്ലോറി. അല്ല ഇനി വേറെ എന്തെങ്കിലും ആളുകൾക്ക് തോന്നുകയാണ്, അങ്ങനെയല്ല, കുറച്ച് ലോകം കൂടി വേണമെങ്കിൽ കർത്താവ് വീണ്ടും പറയാണ്, അല്ല, മുമ്പേ ദൈവരാജ്യം അന്വേഷിപ്പിൻ. മുമ്പേ FIRST, ഫസ്റ്റ് ദൈവരാജ്യം അന്വേഷിപ്പിൻ. അതോടുകൂടെ ഇതാ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ വേണ്ടതും കൂടെ നൽകപ്പെടും. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ഞാൻ എൻ്റെ കർത്താവോട് ചേരുവാൻ, കർത്താവിനെ വിശ്വസിക്കുകയും ഞാൻ തീരുമാനിക്കുകയാണ്. ആ സമയം തന്നെ ഇതാ എൻ്റെ സഹോദരങ്ങളെ വിടുവിച്ചെടുക്കേണ്ട ഒരു കടമ കൂടി എനിക്കുണ്ട്. ഗ്ലോറി. ഹല്ലേലൂയ. അല്ല എങ്കിൽ ഞങ്ങൾ ഓടിയതോ അധ്വാനിച്ചതോ എല്ലാം വ്യർത്ഥമായി തീരും. നിങ്ങളാണ് ഞങ്ങളുടെ പ്രതിഫലം, നിങ്ങളുടെ പോക്കറ്റിലുള്ളതല്ല. ഗ്ലോറി. നിങ്ങളാണ് ഞങ്ങളുടെ പ്രതിഫലം, നിങ്ങളുടെ പോക്കറ്റല്ല ഞങ്ങളുടെ പ്രതിഫലം. ഗ്ലോറി. ഹല്ലേലൂയ. മരണത്തിന്റെ കീഴിലുള്ളതിലേക്കല്ല ഞങ്ങളുടെ നോട്ടം, മരണത്തിന്റെ മുകളിലുള്ളതിലേക്കാണ്. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഈ സങ്കടകരമായ അവസ്ഥയിൽ നിന്ന്, ഭയാനകമായ അവസ്ഥയിൽ നാം രക്ഷിക്കപ്പെടണം. ഇതാ കഴിഞ്ഞൊരു ദിവസം തിരുവനന്തപുരത്ത് സന്ദേശം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മുമ്പ് ഇതിനു വേണ്ടി ഇൻട്രൊഡക്ഷൻ പറഞ്ഞൊരു ദേവദാസൻ കടന്നു വന്നു. ആ ദേവദാസൻ പറഞ്ഞൊരു ചിന്ത ഇതാണ്: ഡൽഹിയില് ഒരു ചർച്ച്, ഭയങ്കരമായ ആളുകൾ വർദ്ധിച്ചു വരുന്നൊരു ചർച്ച്, 1200 പേര് ആ ചർച്ചിലുണ്ട്. ആ ദേവദാസൻ വളരെ സന്തോഷിച്ചു. ഒരിക്കല് അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു, എൻ്റെ കർത്താവേ, ഈ 1200 പേര് എൻ്റെ ചർച്ചിൽ അങ്ങ് തന്നല്ലോ, ഇതിൽ എത്ര പേര് ദൈവരാജ്യത്തിൽ കടക്കും? എനിക്കൊന്ന് ഒരു അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിച്ചതാ. കർത്താവ് അദ്ദേഹത്തോട് തിരിഞ്ഞു പറഞ്ഞു കൊടുത്തു, 12 പേര്. 1200 ആളുകൾ ചർച്ചിലുണ്ട്, പക്ഷേ ഇതിൽ കടക്കുന്ന ആളുകളുടെ എണ്ണം 12 പേരേ ഉള്ളൂ എന്ന്. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോ പ്രിയ ദൈവത്തിന്റെ ജനമേ, വളരെ റെയറായിട്ട്, വളരെ കുറച്ച് ആളുകൾ മാത്രമേ അതിലേക്ക് കടക്കത്തുള്ളൂ. ഈ നാളുകളിൽ മനസ്സിലാക്കിക്കൊള്ളണം, ഈ ലോക ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥ ദൈവരാജ്യ ജീവിതത്തിലേക്ക് കടക്കുവാനുള്ള പ്രവേശന പരീക്ഷയാണ്, എൻട്രൻസ് എക്സാം ആണ്. നമ്മൾ ഇതിനെ അവഗണിച്ചാൽ, ഇത് രോഗം മാറാനും ക്ഷീണം മാറാനും പൈസ ഉണ്ടാക്കാനും പുരയിടം ഉണ്ടാക്കാനും മാത്രമായിട്ട് അധംപതിപ്പിച്ചാൽ നാം അതിൻ്റെ ഭവിഷ്യത്ത് കണ്ടറിയുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് ഓരോരുത്തൻ അവനവന്റെ പാത്രത്തെ നോക്കിക്കൊള്ളുവാനായിട്ട് ഇടയാകട്ടെ. ഗ്ലോറി ടു ഗോഡ്. പ്രിയരെ, ഞാൻ കണ്ട ഈ യാത്രയിൽ കണ്ട ദയനീയമായ കാര്യമുണ്ട്. ഞാൻ
ദേവദാസനോട് ചോദിച്ചു, ദേവദാസനെ എങ്ങനെയാണ് ഇവിടുത്തെ ആളുകളുടെ അവസ്ഥ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, കുറ്റം പറയാന്ന് ചിന്തിക്കരുത്, ദൈവദാസന്മാരാണ് യഥാർത്ഥത്തില് ദൈവവചനം കേൾക്കേണ്ട ആളുകൾ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഓരോരുത്തരെയും വിളിച്ചാൽ ആദ്യം അവർ ചോദിക്കേണ്ടത് ഞങ്ങളുടെ മീറ്റിങ്ങിന് വരുമോ, ഞങ്ങളുടെ സെമിനാറിന് വരുമോ എന്ന് ചോദിച്ചാൽ മോസ്റ്റ് ഓഫ് ദം ചോദിക്കുന്നത് വന്നാൽ എത്ര തരും, വന്നാൽ ദൈവവചനം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, അതായത് കേൾക്കാൻ വേണ്ടി വന്നാൽ എത്ര തരും. ഗ്ലോറി. പിന്നെ അടുത്തൊരു ഗ്രൂപ്പ് ചോദിക്കുന്നത് ഞങ്ങൾ കുറച്ച് ആളുകളെ കൊണ്ടുവരാം, ഞങ്ങൾ കുറച്ച് ആളുകളെ സംഘടിപ്പിച്ച് കൊണ്ടുവരാം, ഞങ്ങൾക്ക് എത്ര കിട്ടും? അതായത് ആളുകളെ സംഘടിപ്പിച്ചു കൊണ്ടുവന്നാൽ കമ്മീഷൻ വേണം. ഗ്ലോറി. അതമ്പതിച്ചു പോയ ആത്മീക തലമാണ്. ഈ വ്യക്തികളാണ് എന്ത് ചെയ്യുന്നത്? സഭയെ നടത്തുന്നത്. ഈ വ്യക്തികളാണ് സഭയെ നടത്തുന്നത്. കാരണം അവരെ നിയന്ത്രിക്കുന്നത് മാമോനാണ്. അവരാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ അവരുടെ കീഴിൽ കിടക്കുന്ന ജനം എങ്ങനെയിരിക്കും? കർത്താവിന്റെ വചനം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ലൂക്കോസ് സുവിശേഷം 6:40 ശിഷ്യൻ ഗുരുവിന് മീതെ അല്ല. ശിഷ്യൻ ഗുരുവിന് മീതെ അല്ല. അങ്ങനെയെങ്കിൽ ഈ ബിലീവേഴ്സ് എല്ലാം ഏത് തലത്തിലിരിക്കും? ഈ ദൈവദാസനേക്കാളും താണ ലെവലിലായിരിക്കും ഈ വിശ്വാസികളെല്ലാം. ഞാൻ എൻ്റെ യേശുവിന്റെ വാക്കിനെ വിശ്വസിക്കുന്നു. ഗ്ലോറി. ഹല്ലേലൂയ. പ്രിയരെ, ഈ കാഴ്ചപ്പാടില്ലാത്ത ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള സഭകളിൽ പോയി തലവെച്ച് കൊടുക്കുന്നു. അവർക്ക് അകപ്പാടെ അറിയാവുന്ന എന്താ? എൻ്റെ രോഗം മാറും, ക്ഷീണം മാറും എന്ന് പറഞ്ഞു. ഇതാ ഒരു കാര്യം വരുമ്പോൾ ഓടി വന്നു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇതാ ഓടി ഒന്ന് ചോദിച്ചു, എന്തു പറ്റി ഒന്നൊന്ന് ചോദിച്ചു. ഞാനൊരിക്കല് ഒരു ചർച്ചിൽ ചെന്നപ്പോൾ ആ ദൈവദാസന് ഇരിക്കാൻ പോലും സമയമില്ല. രാത്രി 11 11:30 ആകുമ്പോൾ ഉടനെ വിളി വരും, ദേവദാസനെ വാ പ്രാർത്ഥിക്ക്. എന്താ? ഇതാ ഞങ്ങൾ ആശുപത്രി പോകാൻ പോകുന്നു. ദേവദാസനെ വാ പ്രാർത്ഥിക്ക്. ഇതാ എന്താ ഞങ്ങൾ ആശുപത്രി കിടക്കുന്നു. ദേവദാസനെ വാ പ്രാർത്ഥിക്ക്. ഇതാ കൊച്ചു സ്കൂളിൽ പോകാൻ പോകുന്നു. ദേവദാസനെ വാ പ്രാർത്ഥിക്ക്. ഈ ദൈവദാസന് ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ സന്ദേശം പറയുമ്പോൾ ഈ ദൈവദാസൻ കുത്തിയിരുന്ന് ഉറങ്ങുക. കാരണം എന്താ? ഫുൾ ടൈം ഈ ജനം ഇദ്ദേഹത്തെ വലിച്ചുകൊണ്ട് നടക്കുക, ഇവരുടെ ജഡ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി. ദൈവത്തിന്റെ ആത്മാവ് അവരോട് പറയാനായിട്ട് ഏൽപ്പിച്ചു എന്നെ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജഡത്തിന്റെ കാവൽക്കാരനല്ല ദൈവം ഏൽപ്പിച്ച ഈ ദൈവദാസൻ. നിങ്ങളുടെ ജഡത്തിന്റെ ആവശ്യങ്ങൾ നിങ്ങൾ നോക്കുക. അദ്ദേഹത്തിന് സമയവും സൗകര്യവും ഉള്ളപ്പോ അതിനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യും. അതിന്റെ പേര് ഗുഡ്നെസ് എന്നാണ്. ഗുഡ്നെസ്, പരോപകാരം. ഇതിനു വേണ്ടിയല്ല അദ്ദേഹത്തെ വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ ബോഡിയെ കാക്കാനല്ല, നിങ്ങളുടെ ദേഹിയെ കാക്കാനാ. അദ്ദേഹം നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി, അത് നിങ്ങളുടെ സോളിന് വേണ്ടി ജാഗരിക്കുന്ന വ്യക്തിയാണ്. അത് നിങ്ങളുടെ ബോഡിക്ക് വേണ്ടി ജാഗരിക്കുന്ന വ്യക്തിയല്ല. ആരാ നിങ്ങളെ ഇങ്ങനെ പറഞ്ഞു തെറ്റിച്ചത്? നിങ്ങളുടെ ബോഡിയുടെ ആവശ്യങ്ങൾ നിങ്ങൾ നോക്കുക. ഗ്ലോറി. നിങ്ങളുടെ സോളിനെ ജാഗരിക്കാനാണ് അദ്ദേഹത്തെ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം 13:17 ഈ ശബ്ദപരിധിയിലുള്ള എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ദൈവദാസനെ ദൈവം ആക്കിയിരിക്കുന്നത് നിങ്ങളുടെ ബോഡിയെ സംരക്ഷിക്കാനല്ല, അത് അവനവന് നോക്കാവുന്നതേ ഉള്ളൂ. ഗ്ലോറി. നിങ്ങളുടെ ദൈവദാസനെ ദൈവം ആക്കിയിരിക്കുന്നത് നിങ്ങളുടെ സോളുകളെ സംരക്ഷിക്കാനാണ്, സൂക്ഷിക്കുവാൻ വേണ്ടിയാണ്. ഇവിടെ ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നു, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ, കാരണം അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞെരുങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവാൻ അല്ല, ഞാൻ നിങ്ങൾക്ക് നന്നല്ല, നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി. ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ സോളുകൾക്ക് വേണ്ടി. സബ്മിറ്റ് യുവർസെൽഫ് ഫോർ ദേ വാച്ച് ഫോർ യുവർ സോൾസ്. നിങ്ങളുടെ സോളുകൾക്ക് വേണ്ടി ജാഗരിക്കുന്നവരാണ് അവർ. ഗ്ലോറി. നിങ്ങളുടെ സോളുകൾക്ക് വേണ്ടി ജാഗരിക്കുന്നവരാണ്. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഒരു ദൈവദാസൻ എന്ന് പറഞ്ഞാൽ ദൈവദാസന്മാർ മനസ്സിലാക്കുക, ഇവരുടെ ജഡത്തിന് വേണ്ടിയല്ല, ഇവരുടെ സോളുകൾക്ക് വേണ്ടിയാണ് ജാഗരിക്കേണ്ടത്. ജഡം സെമത്തേരിയിൽ തീരും. നിങ്ങൾ എത്ര കാത്താലും കാത്തില്ലേലും, നിങ്ങൾ കണ്ണിൽ എണ്ണ ഒഴിച്ചിരുന്നാലും അത് സെമത്തേരി കൊണ്ടുപോകും. പക്ഷെ സോളിനെ നിങ്ങൾ സൂക്ഷിച്ചാൽ ആ സോള് ദൈവരാജ്യം അവകാശമാക്കും. ഈ ഒരു കാഴ്ചപ്പാട് ജനത്തിനുണ്ടാകട്ടെ. ഗ്ലോറി. ഇത് ദൈവദാസന്മാർ മനസ്സിലാക്കേണ്ട വ്യക്തമായ കാര്യമെന്ന് പറയുന്ന പണമല്ല നമ്മളെ നയിക്കേണ്ടത്, മാമോനല്ല, ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളെ നയിക്കേണ്ടത്. ഗ്ലോറി.
ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം ദൈവം പറയണനുസരിച്ച് നാം മുന്നോട്ടേക്ക് പോകുന്നുവെങ്കിൽ നമ്മുടെ സകല ഉത്തരവാദിത്വവും നടത്തിയെടുക്കാൻ ദൈവം ബാധ്യസ്ഥനാണ്. കാരണം നമ്മൾ നമ്മുടേതല്ല, ദൈവത്തിൻ്റെതാണെങ്കിൽ ദൈവത്തിന്റെ കാര്യങ്ങൾ ദൈവം നടത്തും. ഗ്ലോറി. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ യാത്രകൾ ഞാൻ മനസ്സിലാക്കിയത് വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പണത്തിന്റെ പുറകെ നാം പോയാൽ ജെന്യുനായിട്ടുള്ള വ്യക്തികൾ താഴെ ഞാൻ വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. യാത്രയിൽ പണത്തിന്റെ പുറകെ പോകുന്നവരാണ് താഴെ വീഴുന്നത്. ഞാൻ ഈ പ്രാവശ്യം കണ്ടു, ഓരോ നല്ല അപ്പച്ചനും അമ്മച്ചിയും. അമ്മച്ചി സ്നാനപ്പെട്ടിട്ടുണ്ട്, അപ്പച്ചൻ സ്നാനപ്പെട്ടിട്ടില്ല. ആ അപ്പച്ചന് പല ദേവദാസന്മാരെ അടുക്കൽ കൊണ്ടുപോയി. അവസാനം അമ്മച്ചി അപ്പച്ചനെയും കൊണ്ട് എൻ്റെ അടുക്കൽ വന്നു. കാരണം ആ അപ്പച്ചന് എന്നെ ഭയങ്കര റെസ്പെക്റ്റ് ആണെന്ന് അമ്മച്ചി പറഞ്ഞു. കാരണം എൻ്റെ പുസ്തകം വായിച്ചു, സന്ദേശം കേട്ടു, മറ്റു ധാരാളം ദേവദാസന്മാരെ കുറിച്ച് പറയുമ്പോൾ അവരെ ഒന്നും യാതൊരു റെസ്പെക്റ്റും ഇല്ല, എൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് ഹൃദയം തുറന്നു. അദ്ദേഹം സ്നാനപ്പെടാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്ററാണ്. ആ പാസ്റ്റർ ഇദ്ദേഹത്തിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഏറ്റു. ഒരു കൺസ്ട്രക്ഷൻ ഏറ്റിട്ട്, ഏതോ ചർച്ച് കൺസ്ട്രക്ഷൻ ഏതാണ്, ഈ പാസ്റ്റർ ഒരു കോൺട്രാക്ടറും കൂടെയാണ്. ആ ദൈവദാസൻ ഈ കൺസ്ട്രക്ഷൻ ഏറ്റിട്ട് ഇദ്ദേഹത്തെ ചതിച്ചു. പല ഭാഗങ്ങളിലും പണം അമക്കി, ചില ഭാഗങ്ങൾ ഈവൻ ഫൗണ്ടേഷൻ പോലും ഇടാണ്ട് ബ്രിക്ക് കെട്ടി. അവസാനം ഈ അപ്പച്ചൻ, റിട്ടയറായ അപ്പച്ചനത് കണ്ടുപിടിച്ചു. ആ അപ്പച്ചനത് കണ്ടുപിടിച്ചപ്പോ ഇതാ അദ്ദേഹത്തിന് വീണ്ടും ജനിച്ച ഈ സമൂഹത്തോട്, ദൈവദാസന്മാരോട് ഹൃദയം കൊണ്ട് അദ്ദേഹം ആകുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കള്ളനോട്ടുകൾ ധാരാളം ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഒറിജിനൽ നോട്ട് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ? നമുക്ക് ഉപയോഗിച്ചല്ലേ പറ്റൂ. അദ്ദേഹം അവസാനം സ്നാനത്തിന് തീരുമാനമെടുത്താണ് അദ്ദേഹം അവിടെ നിന്ന് പോയത്. ഗ്ലോറി. എന്നോട് ചോദിച്ചു, സ്നാനപ്പെടുത്താമോ? ഞാൻ പറഞ്ഞു, അങ്ങനെ പെട്ടെന്ന് സ്നാനപ്പെടുത്താൻ പറ്റത്തില്ല, ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം സ്നാനം എന്താണെന്ന് മനസ്സിലാക്കണം. ഈ യാത്രയിൽ ഞാൻ കണ്ട വേറൊരു സത്യം എന്ന് പറയുന്നത്, സ്നാനപ്പെട്ട അനേകർക്ക് വീണ്ടും സ്നാനപ്പെടണം. കാരണം സ്നാനം എന്താണെന്ന് മനസ്സിലാകാതെയാണ് അവർ സ്നാനപ്പെട്ടത്. ഗ്ലോറി. ദേവാസനെ ഞങ്ങളൊന്ന് സ്നാനപ്പെടുത്തു. ഞാൻ ചോദിച്ചു, എന്താ അതിൻ്റെ കാര്യം? അപ്പോൾ ദേവാസന ഇതൊന്നും പറഞ്ഞുകൊണ്ടല്ല ഞങ്ങൾ സ്നാനപ്പെട്ടെ, ഞങ്ങളോട് പറഞ്ഞു സ്നാനപ്പെട്ടാൽ വീട് കിട്ടുമെന്ന് പറഞ്ഞു, സ്നാനപ്പെട്ടാൽ മതി, ഇതിൻ്റെ പ്രശ്നം മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ചിന്തയിലാണ് അവർ സ്നാനപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ പല മേഖലകളിലും ജനം ആകെ താറുമാറിലായി കിടക്കുകയാണ്. പ്രിയരെ, ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞട്ടെ, ഈ ധനപരമായ മാർഗങ്ങൾ പല നല്ല ദൈവദാസന്മാരെയും വിശ്വാസികളെയും വീഴിച്ചത് ഈ സംഭവമാണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ ധനപരമായ കാര്യവുമായി മിക്സ് ചെയ്യരുത്. നിങ്ങളുടെ സഹോദരന്മാരോടോ സഹോദരിമാരോടോ നിങ്ങളെ നയിക്കുന്നവരുമായിട്ട് ധനപരമായ കാര്യത്തിൽ മൂവ് ചെയ്യരുത്. ഗ്ലോറി. ബിസിനസ് പരമായ കാര്യത്തിൽ മൂവ് ചെയ്യരുത്. ഇതാ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയാവുന്ന നല്ലവരുണ്ട്, അവർക്ക് ദൈവം അവരെ ആത്മാവ് നയിക്കത്തക്ക രീതിയിൽ അത് മൂവ് ചെയ്യാം. പക്ഷെ സൂക്ഷിച്ചില്ല എങ്കിൽ നിങ്ങളും ദുഃഖിക്കേണ്ടി വരും. ഗ്ലോറി. സൂക്ഷിച്ചില്ല എങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. നിങ്ങളോട് ദൈവത്തിന്റെ വചനം പറയുന്നു, കടം ചോദിക്കുന്നവനോട് ഒന്നും ഇച്ഛിക്കാതെ കൊടുപ്പിൻ. അതായത് ഒന്നും ഇച്ഛിക്കരുത്, ഒന്നും ഇച്ഛിക്കരുത്. ആ വ്യക്തി തിരിച്ച് തരുന്നത് പോലെ ഇച്ഛിക്കരുത്. ഗ്ലോറി. ഹല്ലേലൂയ. ആ വ്യക്തിയോട് തിരിച്ചു തരുന്ന ഒരു രംഗത്തിലാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നാളെ നിങ്ങൾ ആ ബന്ധം വഷളാക്കും. ഒരുപക്ഷെ ആ വ്യക്തി നല്ല രീതിയിലായിരിക്കും ചോദിക്കുന്നത്, പക്ഷെ നാളെ അദ്ദേഹത്തിന് തിരിച്ചു തരാൻ പറ്റിയില്ലെങ്കിലോ അദ്ദേഹം നിങ്ങളെ കാണുമ്പോൾ ഒളിക്കും. ഗ്ലോറി. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം പറയും, എങ്കിലും ആ വ്യക്തി, സഹോദരന്മാരാ, എന്നോട് മേടിച്ചോണ്ട് പോയിട്ട് തന്നില്ലല്ലോ. എന്ത് സംഭവിക്കും? ഈ മാമോന്റെ ഈ കച്ചവടം നിങ്ങളുടെ ആ ബന്ധത്തെ വഷളാക്കും. ഗ്ലോറി. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ഒന്നും ഇച്ഛിക്കാതെ. അതിന്റെ അർത്ഥം ഇതിന് തക്കവണ്ണം കൊടുക്കാൻ സ്പെയർ ചെയ്ത് നിങ്ങൾ വെച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു ക്രമീകരണം നിങ്ങൾ മൂവ് ചെയ്യുക. നിങ്ങൾ ഒന്നും പകരം ഇച്ഛിക്കരുത്. ഗ്ലോറി. അല്ല എങ്കിൽ പ്രിയരെ, ഈ വക ഇടപാടുകളിൽ പോകാതിരിക്കുക. അങ്ങനെ പോയാൽ നിങ്ങളുടെ നല്ല ബന്ധം നഷ്ടമാകും. ഗ്ലോറി. അതുകൊണ്ട് ഈ ഭാഗം സൂക്ഷിക്കുക. അനേക സഹോദരങ്ങൾ ഇതാ പല ഭാഗത്ത് ചെല്ലുമ്പോൾ എന്നോട് പറയുന്നത് കേൾക്കാം, ദേവദാസിന് ഇന്ന ആൾക്ക് ഞാൻ പണം കടം കൊടുത്തു, അദ്ദേഹം തിരിച്ചു തരുന്നില്ല. ഗ്ലോറി.
ആ വ്യക്തി സഹോദരനാണ്, ഈ വ്യക്തി സഹോദരനാണ്. എന്ത് സംഭവിക്കും? ദൈവദാസൻ അത് ചോദിക്കാൻ പോയാൽ ദൈവദാസനുമായിട്ടുള്ള ബന്ധം വഷളായി. ഗ്ലോറി, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്താട്ടെ. ഇതാ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഇതിനു വേണ്ടി ഒരു സെപ്പറേറ്റ് ഫണ്ട് വേണമെങ്കിൽ രൂപപ്പെടുത്താം, സഹായിക്കാൻ വേണ്ടി. പക്ഷേ എല്ലാവരെയും ഏത് സമയവും സഹായിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. പകരം കർത്താവിൻ്റെ ആത്മാവ് എന്തു പറയുന്നു അതനുസരിച്ച് മാത്രം മൂവ് ചെയ്യുക. ഗ്ലോറി. കാരണം ഒന്നും നമ്മുടേതല്ല, എല്ലാം ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ചെയ്യുക, ഒന്നും മൂവ് ചെയ്യാതെ ഇരിക്കുക. അതുകൊണ്ട് ഫൈനാൻസിന്റെ വിഷയങ്ങൾ, മറ്റ് വിഷയങ്ങൾ ചർച്ചകളിലേക്കോ വ്യക്തിബന്ധങ്ങളിലേക്കോ കൊണ്ടുവരാതിരിക്കുക. അത് പുറമേയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യുവാനായിട്ട് പറ്റും. ഗ്ലോറി. അകമേ ഒരു വ്യക്തിയിലേക്ക് വരുമ്പോൾ സഹോദരൻ തന്നില്ല എങ്കിൽ അത് ക്ഷമിച്ച് ആ അന്യായം സഹിച്ച് മുന്നോട്ടേക്ക് പോവുകയല്ലാതെ നമുക്ക് വേറെ നിവൃത്തിയില്ല. ഗ്ലോറി. കാരണം നമുക്കൊരു ആത്മീയമായ രാജ്യം നേടാനുണ്ട്, ഇളകാത്ത രാജ്യം നേടാനുണ്ട്. അല്ല, നമ്മൾ ലോകമക്കളുടെ രീതിയിൽ പോയി കഴിയുമ്പോൾ അത് നമ്മുടെ ആത്മീയ അവസ്ഥയ്ക്ക് നല്ലതല്ല. മാത്രമല്ല സഹോദരനും തമ്മിൽ അത് ഒരു ഇടർച്ചയ്ക്ക് കാരണമായി തീരും. അത് നമ്മുടെ ആത്മീയ രാജ്യ അവകാശത്തെ തടയുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് പ്രിയരെ, ഈ വക കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ഫൈനാൻസ് വിഷയങ്ങൾ നിങ്ങളുടെ ആത്മീയ കാര്യത്തിൽ ഇടപെടുത്തരുത്. ഗ്ലോറി. ശ്രദ്ധിച്ചാട്ടെ. നമ്മുടെ പഴയകാല ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് എവിടെയെല്ലാം ഫൈനാൻസ് വിഷയങ്ങൾ നമ്മൾ ആത്മീയ കാര്യത്തിൽ ഫിറ്റ് ചെയ്തോ അവിടെയെല്ലാം ഒരു ഇടർച്ച നോക്കിയേ. തിരിഞ്ഞു നോക്കിയാൽ അവനവൻ്റെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കിയേ. ഫൈനാൻസ് കാര്യങ്ങൾ ബന്ധപ്പെടുത്തുമ്പോൾ ഒരു ഇടർച്ചയിലേക്ക് കടന്നു വരുന്നത് കാണാം. അല്ല എങ്കിൽ ഈ വ്യക്തികൾ അത് സഹനത്തിന് തയ്യാറാവുന്ന വ്യക്തികളായിരിക്കണം. ഗ്ലോറി. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തൊരു കാര്യം കൂടി നിങ്ങളോട് ഉപദേശിക്കട്ടെ. നിങ്ങൾ ബിസിനസ് നടത്തുന്നവരാണ്, വിവാഹം കഴിക്കാത്തവരാണ്. അങ്ങനെയുള്ള വ്യക്തികൾ അവിശ്വാസികളുമായി ഇണയില്ലാ പിണ കൂടരുത്. അവിശ്വാസികളുമായി ഇണയില്ലാ പിണ കൂടരുത്. ബൈബിൾ പറയുകയാണ്, അവിശ്വാസികളുമായി ഇണയില്ലാ പിണ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട നിങ്ങൾ, വീണ്ടും ജനനം പ്രാപിച്ച നിങ്ങൾ, അങ്ങനെയുള്ളവരുമായിട്ട് മാത്രമേ ഒരു വിവാഹ ബന്ധത്തിന് പോകാൻ പാടുള്ളൂ. ഗ്ലോറി. അല്ലാത്തൊരു വിവാഹ ബന്ധത്തിന് പോയാൽ നല്ലൊരു ശതമാനവും നിങ്ങളുടെ ആത്മീയതയും നഷ്ടമാകും. പുറയിലേക്ക് തിരിഞ്ഞു നോക്കിക്കോ. ഈ ചർച്ചിൽ ഉണ്ടായവർ തന്നെ ആ ഒരു രീതിയിലുള്ള വിവാഹ ബന്ധത്തിന് പോയിട്ട് അവർക്ക് എന്നാ പറ്റി? അവരെല്ലാം നഷ്ടപ്പെട്ടു, അവരെല്ലാം തിരിച്ചു പോകേണ്ടതായിട്ട് വന്നു. ഗ്ലോറി, ഹല്ലേലൂയ. അതുകൊണ്ട് സൂക്ഷിച്ചു കൊള്ളണം. ദൈവത്തിന്റെ വചനം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്നു. 2 കൊരിന്ത്യർ 6-ാം അധ്യായമാണ്. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ പറയുകയാണ്, അവിശ്വാസികളുമായി ഇണയില്ല പിണ കൂടരുത്. എന്താ കൂടിയാൽ? നിങ്ങൾ ശരീരത്തിൽ നിങ്ങൾ കൂടും, പക്ഷേ നിങ്ങളുടെ അകത്തളത്തിൽ ആത്മമണ്ഡലത്തിൽ കൂടത്തില്ല. രണ്ട് രാജ്യമാ, ദൈവരാജ്യവും പൈശാചിക രാജ്യവും. രണ്ട് രാജ്യം. ഇതെപ്പോഴും അടിച്ചുകൊണ്ടിരിക്കും. ഇതിന്റെ ലക്ഷ്യം എന്നാണെന്നറിയാമോ? നിങ്ങളെ ആത്മീയത്തിൽ നിന്ന് വീഴിക്കുവാൻ. ഗ്ലോറി. ആത്മീയത്തിൽ നിന്ന് വീഴിക്കുക. അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബിസിനസ്സിൽ ഒന്ന് കഴിയുന്നതും പാർട്ട്ണർമാർ ഇല്ലാതിരിക്കുക. വലിയ ബിസിനസ് ചെയ്തില്ലേലും കൊച്ചു ബിസിനസ് ആയാലും കുഞ്ഞുങ്ങളെ, നമ്മളുടെ ജീവനാണ് നമുക്ക് വലിയത്. ഗ്ലോറി. ഈ ലോകത്ത് വലിയത് സമ്പാദിച്ച് ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ കൊച്ചതും മതി, ചെറുതും മതി, സമാധാനത്തോടുകൂടി ഇരിക്കാം. 2, ഇൻ കേസ് ഒരു പാർട്ട്ണർ ആകണമെന്ന് നിർബന്ധമാണ് എങ്കിൽ അത് നിങ്ങളുടെ അതേ ദർശനമുള്ള ഒരു വ്യക്തിയായിട്ട് മാത്രമായിരിക്കണം. അതും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, അങ്ങനെ അത്യാവശ്യമുണ്ടെങ്കിൽ. മറ്റൊരു ജാതിയിൽപ്പെട്ട രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയുമായി നിങ്ങൾ ബിസിനസ് പാർട്ട്ണർഷിപ്പ് തുടങ്ങിയാൽ നിങ്ങളുടെ നരകത്തെ നിങ്ങൾ തന്നെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. നിങ്ങളുടെ നരകത്തെ നിങ്ങൾ തമ്മിൽ ഇൻവൈറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ 2 രീതിയിൽ കുടുങ്ങി. ഒന്ന് മാമോനിൽ കുടുങ്ങി, 2 ബിസിനസ് റിലേഷൻഷിപ്പിൽ കുടുങ്ങി. ഗ്ലോറി. അപ്പോൾ കഴിയുന്നത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവം നമുക്ക് അവസരം തരും, ഇതിൽ നല്ല രക്ഷപ്പെടാൻ തക്കവണ്ണം അവസരം തരും. അതുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ സൂക്ഷിച്ചാൽ നമുക്ക് ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരികയില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു കൊള്ളണം. കടന്നു വന്നാട്ടെ 2 കൊരിന്ത്യൻസ്. ഓ ലോർഡ്, ഐ ലവ് യു. 6-ാം അധ്യായം
അതിൻ്റെ 14-ാം വാക്യം വായിച്ചോട്ടെ. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്തോ ഒരു കൂട്ടായ്മ. ഗ്ലോറി. കുഞ്ഞുങ്ങളെ, എന്ത് സംഭവിക്കുന്നറിയാമോ? ഇതാ ആ ഇരുള്, നിങ്ങൾ കൈ ചേർത്ത ഇരുളുണ്ടല്ലോ, ആ ഇരുള് നിങ്ങളിലുള്ള വെളിച്ചത്തെയാണ് അതിൻ്റെ നോട്ടം. അത് നിങ്ങളിലുള്ള വെളിച്ചത്തെ കെടുത്തിക്കളയും, നിങ്ങളെ നീതി മാർഗത്തിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകും. നിങ്ങൾ പോലും അറിയത്തില്ല. ആത്മീക മണ്ഡലത്തിൽ ഒരു വലിവ് നടക്കും, അത് നിങ്ങളെ വലിച്ച് 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 ഇവിടുന്ന് കൊണ്ടുപോകാനിടയാകും, വെളിച്ചത്തിൽ നിന്ന് കൊണ്ടുപോകാനിടയാകും. അതുകൊണ്ട് അവിശ്വാസികളുമായി ഇണയില്ല പിണക്കൂടരുത്. ഹല്ലേലൂയ. നിങ്ങൾ എപ്പോഴും കൂട്ടുകൂടാൻ ആഗ്രഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങളെക്കാൾ ആത്മീയമായി ഉയരത്തിൽ നിൽക്കുന്ന ആളുകളെ കാണണം. ഗ്ലോറി. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ആത്മീക ലെവലിലുള്ള ആളുകളെ കണ്ടാൽ നിങ്ങൾക്ക് അതേ തലത്തിൽ നിൽക്കാം, വളർച്ച ഉണ്ടാകത്തില്ല. പക്ഷെ നിങ്ങളെക്കാൾ ആത്മീയമായ ഉയരത്തിലുള്ള ആളുകളെ കണ്ടാൽ അവരുമായി ബന്ധം സ്ഥാപിച്ചാൽ നിങ്ങൾ ഇന്ന് ആ ലെവലിലല്ലെങ്കിലും നാളെ അങ്ങോട്ടേക്ക് എത്താനിടയാകും. ഇതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ജ്ഞാനിയോട് കൂടെ നടക്ക, എങ്കിൽ നീയും ജ്ഞാനിയാകും. ഇന്ന് നീ ഒരു ജ്ഞാനിയല്ല, പക്ഷേ നാളെ നീ ഒരു ജ്ഞാനിയായി തീരും. പകരം ദൈവത്തിന്റെ വചന സദൃശവാക്യത്തിൽ പറയുകയാണ്, നീ കോപിഷ്ഠനോട് കൂടെ നടന്നാൽ എന്ത് പറ്റുമെന്നറിയാമോ? നീ അവന്റെ വഴികളെ കണ്ടു പഠിക്കുകയോ നിന്റെ പ്രാണൻ കണിയിലാകുകയും ചെയ്യും. അപ്പോൾ എന്താണ് ഈ പ്രാണൻ കണിയിലാകാൻ കാരണം? ആരോട് കൂടെ നടന്നോ അതാണോ പ്രാണൻ കണിയിലാകാൻ കാരണം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ ആത്മീയ ജീവിതത്തിൽ ഈ വക കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലത്. ഞാൻ എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നാണ് ഈ വചനങ്ങളെ പറയുന്നത്. ഗ്ലോറി. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോളണം, വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോയാൽ പ്രിയ സഹോദരങ്ങളെ അവനവന് നന്നായിരിക്കും. ഇനിയും ഈ പറയുന്നത് ജീവിത അനുഭവത്തിൽ നിന്നാണ്. പക്ഷേ ഈ ജീവിത അനുഭവത്തിൽ നിന്ന് ഇത് പറയുമ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവ് ഇതെങ്ങും പറഞ്ഞിട്ടില്ലല്ലോ. ഈ അനേക ചർച്ചകൾ സാത്താന്റെ പള്ളിക്കാരാണെന്ന് എങ്ങും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ കർത്താവിനോട് പറയാ, മോനെ, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്കിത് മനസ്സിലായില്ലയോ? ഞാൻ ആ ഭാഗത്തേക്ക് കർത്താവിന്റെ ആ കാഴ്ച കൊണ്ടുവന്നപ്പോഴാണ് മനസ്സിലായത്, ശരിയാണ്. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന സാത്താന്റെ പള്ളിക്കാരെ കുറിച്ച് കർത്താവ് സഭകൾക്ക് ആവർത്തിച്ച് ബോധ്യം കൊടുക്കുകയാണ്. കടന്നു വന്നാട്ടെ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ സ്മുർണ എന്ന സഭയോട് കർത്താവ് സംസാരിക്കുകയാണ്. ആ സ്മുർണ എന്ന സഭയോട് കർത്താവ് സംസാരിക്കുമ്പോൾ ഇതാ, നിങ്ങൾക്ക് വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതിൽ 2 സഭകൾക്കാണ് കുറവുകളൊന്നുമില്ലാതെ കർത്താവ് പറയുന്നത്. അതിലൊന്നാണ് സ്മുർണ, മറ്റൊന്നാണ് ഫിലദൽഫിയ. കുറവുകളുള്ള എല്ലാ സഭയോടും പറയുന്നത് നീ മാനസാന്തരപ്പെടണം. കുറവുകളുള്ള എല്ലാ സഭയോടും പറയുന്നത് നീ മാനസാന്തരപ്പെടണം. എന്നാൽ ഈ കുറവിൽ നിന്ന് മാനസാന്തരപ്പെട്ട് കടന്നു വന്ന സഭയോട് കർത്താവ് പറയുന്നത് നിങ്ങൾ സഹിക്കണം. കർത്താവിന്റെ ആ ചിന്ത മനസ്സിലാക്കിക്കൊള്ളണം. കുറവുകളുള്ള സഭകളോട് പറയുന്നത് നിങ്ങൾ മാനസാന്തരപ്പെടണം. എന്നാൽ മാനസാന്തരത്തിന്റെ അവസ്ഥയിൽ കടന്നു വന്ന സഭകളോട് കർത്താവ് പറയുന്നത് നിങ്ങൾ സഹിക്കണം. ഗ്ലോറി. കാരണം നിങ്ങൾ ചോദിക്കുക, എന്തിനാ സഹിക്കണേ? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയല്ല. മാക്സിമം സഭകളിൽ വന്നാൽ സൂഹിക്കണം. എന്നാൽ കർത്താവിന്റെ സഭകളിൽ പറയുന്നത്, കർത്താവ് പറയുന്നത് നിങ്ങൾ സഹിക്കണം. എന്തിനാ സഹിക്കണേ? ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. കർത്താവിന്റെ മനസ്സ് മാറുന്നില്ല. കർത്താവിന് അപ്പോഴും ഇപ്പോഴും എപ്പോഴും ഒരേ മനസ്സ് തന്നെയാണ്, യാതൊരു മാറ്റവുമില്ല. ഗ്ലോറി. എന്നാൽ ഇതാ ഈ സഭയോട് പറയുകയാണ്, സ്മുർണയിലെ സഭയോട്. അതിന്റെ 2:8 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, സ്മുർണയിലെ സഭയുടെ ദൂതൻ എഴുതുക, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത് ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും. ഈ സഭ എങ്ങനെ പോവുക? കഷ്ടതയിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും. പക്ഷെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടോ അടുത്തത്, നീ ധനവാനാകുന്നു താനും. നീ ധനവാനാകുന്നു താനും. ഗ്ലോറി. കർത്താവിന്റെ കാഴ്ചപ്പാട് നോക്കിയേ. ഈ സഭ കഷ്ടതയിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും കടന്നു പോവുക. പക്ഷെ കർത്താവ് കാണുക, നീ ധനവാനാണ് താനും. ഗ്ലോറി. കുഞ്ഞുങ്ങളെ, എർത്തലി റിച്ചസ് മേക്സ് എ പേഴ്സൺ റിച്ച് അക്കോർഡിംഗ് ടു ദിസ് വേൾഡ്. ഈ ഭൂമിയിലെ സമ്പത്താണ് ഒരുവനെ ഈ ലോകപ്രകാരം ധനവാനാക്കുന്നത്.
പക്ഷെ ഹെവൻലി റിച്ചസ് എന്ന് പറയുന്നത്, സ്വർഗീയമായ ധനം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ജീവനും അതിൻ്റെ സമൃദ്ധിയുമാണ്. മനസ്സിലായില്ല? ഗ്ലോറി. ദാ ഒരുവൻ സമ്പത്ത് കിട്ടാൻ വേണ്ടി ഗൾഫിൽ വരുന്നു, അല്ലെങ്കിൽ ജോലി എടുക്കുന്നു, പിന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് സമൃദ്ധമായി കിട്ടാൻ വേണ്ടി ജോലി എടുക്കുന്നു, അല്ലേ? എന്നാൽ കർത്താവ് ഇതുപോലെ തന്നെയാണ്. കർത്താവും വന്ന് നമ്മളെ സമ്പന്നനാക്കാനാണ്. കർത്താവ് സമ്പന്നനാക്കുന്നത് മരണത്തിന്റെ കീഴിൽ ഒതുക്കുന്നതല്ല, അതിൻ്റെ മുകളിലാണ്. കർത്താവ് പറയാ, ഞാൻ വന്നതും നിനക്ക് സമ്പത്ത് തരാനാ. എങ്ങനെ? ഞാൻ വന്നത് നിനക്ക് ജീവൻ തരാനും അത് സമൃദ്ധമായി തരാനും. ഗ്ലോറി. നമ്മുടെ ആത്മീയ സമ്പത്താണ് നമ്മുടെ ജീവൻ, അതിൻ്റെ സമൃദ്ധി. ഗ്ലോറി. നമ്മുടെ ഭൗതിക സമ്പത്താണ് ഈ ലോകത്ത് മാമോന്റെ അല്ലെങ്കിൽ പിശാചിന്റെ കീഴിലുള്ള ഈ ലോകത്തിലെ വെൽത്താണ്. അത് താൽക്കാലികമാണ്. എന്നാൽ നമ്മുടെ നിത്യസമ്പത്താണ് കർത്താവ് തരുന്ന ജീവൻ, അതിൻ്റെ സമൃദ്ധമായ ജീവൻ. ഇത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതിലേക്ക് വേണ്ടി ഓടാം. അതാ കർത്താവിടെ പറയുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദരിദ്രവും നീ ധനവാനാകുന്നു താനും. ഗ്ലോറി. നിറയെ ആത്മീക സമ്പത്തുള്ളവനെ. കാരണം എന്താ? അവൻ ഈ കഷ്ടതയിലൂടെ കടന്നു പോകാൻ തയ്യാറാണ്. കഷ്ടതയിലൂടെ കടന്നു പോകാൻ തയ്യാറാണ്. ഇനി താഴേക്ക് പറയാണ്, തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. യേശു വ്യക്തമായിട്ട് പറയുകയാണ്, പുറമെ അവർ യഹൂദന്മാരാണ്, പക്ഷേ അകമേ സാത്താന്റെ പള്ളിക്കാരാണ്. സാത്താന്റെ പള്ളിക്കാരാ. അപ്പൊ യേശുവിന് വ്യക്തമായി കാണാൻ പറ്റുന്നു, ഇത് ആരുടെ പള്ളിക്കാരാ? സാത്താന്റെ പള്ളിക്കാരാ. പുറമെ ബോണഗൈൻ എന്ന് പറയുന്നുവെങ്കിലും അകമേ ബോണഗൈൻ അല്ല, സാത്താന്റെ പള്ളിക്കാരാ. അതിന്റെ പുറകിൽ മറഞ്ഞിരിക്കുന്നത് സാത്താനാ. കാരണം ഈ കുഞ്ഞുങ്ങളുടെ അവസാനം ഭാവി നഷ്ടത്തിലാവുകയാണ്. ഇതുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ, ഈ ചിത്രത്തിന്റെ പുറകിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, ഇതാ ഒരു ചർച്ചാണ്. ഈ ചർച്ചിൽ അധികം ആള് നിൽക്കുന്നുണ്ട്, പക്ഷേ കുരുക്ക് സാത്താൻ കുരുക്കിയിട്ടിരിക്കുക. ഗ്ലോറി. ഇവരെ എന്നാ പറഞ്ഞാലും ഇവർ ചെല്ലാൻ പോകുന്നത്, ഇവർ ആ ദൈവ ഇഷ്ടത്തിലേക്ക് ഇവരുടെ ഫോക്കസ് ഇല്ല. പകരം രക്ഷിക്കപ്പെട്ടു, ഇനി സുവിശേഷം അറിയിച്ചു, അവർ മുന്നോട്ടേക്ക് പോവുകയാണ്. ഈ രണ്ട് കൂട്ടരെയുമാണ് കർത്താവ് യേശുക്രിസ്തു തള്ളുന്നത്. മത്തായി 7:21, 22, 23 ഈ രണ്ട് കൂട്ടരെയും തള്ളുകയാണ്. അപ്പോൾ രക്ഷിക്കപ്പെടണ്ടേ? പെടണം. സുവിശേഷം അറിയിക്കണ്ടേ? അറിയിക്കണം. ഗ്ലോറി. ഇത് രണ്ടും അറിയിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ആദ്യം അറിയണം. ഇത് അറിയിക്കുന്നത് നാം തൊട്ട് മുമ്പ് കേട്ടതുപോലെ ഇളകാത്ത രാജ്യം പ്രാപിക്കാൻ വേണ്ടിയാണ്. അല്ലാണ്ട് ഇളകാത്ത രാജ്യം പ്രാപിക്കാൻ വേണ്ടിയാണ് നാം ഇത് ചെയ്യുന്നത്. അതായത് യേശു ക്രിസ്തു പറഞ്ഞ ആ ദൈവരാജ്യം എന്ന അടിസ്ഥാനമില്ലാതെ ആ ലക്ഷ്യത്തിലേക്ക് പോകാതെ രക്ഷിക്കപ്പെടുകയും ആ സുവിശേഷം കേൾക്കാതെ സുവിശേഷം അറിയിക്കുകയും ചെയ്യുമ്പോൾ അത് അപകടമാണ്. ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങോട്ടേക്ക് ചെല്ലണമെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ സ്തോത്രം ചെയ്തു, സ്തുതിച്ചു എന്നൊക്കെ പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷെ അവർക്കൊന്നും കിങ്ഡം അനുഭവിക്കാൻ പറ്റില്ല. കർത്താവ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു, ആർക്ക് മാത്രമേ ഭൂമിയെ വാഴുവാൻ കിങ്ഡം അനുഭവിക്കാൻ പറ്റുള്ളൂ എന്നറിയാമോ? ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നമുക്ക് നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യരെ ഉണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ. അവർ ഭൂമിയെ വാഴട്ടെ. ആര്? ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും ഉള്ളവർ ഭൂമിയെ വാഴണം. എല്ലാവർക്കുമല്ല, ഈ ജഡമനുഷ്യനല്ല. ഈ ജഡമനുഷ്യന് എന്ത് സാദൃശ്യമാ? ദൈവത്തിന്റെ വചനം പറയുന്നു, ചതിമോഹങ്ങൾ വഷളായി പോയ പഴയ മനുഷ്യൻ, അവന് പിശാചിന്റെ സ്വഭാവമാ. അവനല്ല ഭൂമിയെ വാഴേണ്ടത്. പുതിയ സൃഷ്ടിയാണ് ഭൂമിയെ വാഴേണ്ടത്. പുതിയ സൃഷ്ടി. ഇതുകൊണ്ടാണ് എഫേസ്യർ 4:22 മുതൽ താഴേക്ക് പറയുന്നത്, ചതിമോഹങ്ങൾ വഷളായി പോയ പഴയ മനുഷ്യൻ, അവന് ഭൂമിയെ വാഴാൻ പറ്റില്ല. പകരം ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യൻ, അവനാണ് ദൈവത്തിന്റെ സാദൃശ്യം, അവനാണ് ദൈവാനുരൂപൻ, അവനാണ് ഭൂമിയെ വാഴുന്നത്, അവനാണ് ദൈവപുത്രൻ, അവനെ വാഴുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആ പുതിയ മനുഷ്യനിലേക്ക് നമ്മുടെ ഫോക്കസ് വെക്കണം. അല്ല എങ്കിൽ നാം നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടയാകും. കാരണം ഭൂമി വാഴുന്ന ചതിമോഹങ്ങളാ വഷളായി പോയ പഴയ മനുഷ്യനല്ല. ഭൂമി വാഴുന്നത് ദൈവാനുരൂപനായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനാണ്. ഹല്ലേലൂയ. ആ മനുഷ്യൻ എങ്ങനെയാ വെളിപ്പെടുന്നത്? സഹിഷ്ണുതയിലൂടെയാണ് അവൻ വെളിപ്പെടുന്നത്.
സഹിഷ്ണുതയിലൂടെയാണ് അവൻ വെളിപ്പെടുന്നത്. ആ ഒരു തലത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയാകണോ, അല്ല എങ്കിൽ നാം തകർക്കപ്പെടും. ഇതാ അനേക ചർച്ചുകൾ കൊണ്ട് ഈ ചർച്ചുകളുടെ എല്ലാം പുറകിൽ ഒളിഞ്ഞിരിക്കുന്നത് പിശാചാണ്. എന്നാൽ വളരെ കുറച്ച് ചർച്ചുകൾ മാത്രം, ഇതാ ഈ കൂട്ടത്തിൽ വേറെ 2 ചർച്ചുകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളൂ. അതിന്റെ വളരെ കുറച്ച് ചർച്ചുകൾ മാത്രമാണ് കർത്താവ് പ്രസംഗിക്കുകയും ദൈവാത്മാവാൽ കേൾക്കപ്പെടുകയും ചെയ്യുന്നത്. ഈ 7 സഭകളോട് കർത്താവ് ദൂത് പറയുന്നു. 7 സഭകളോട് കർത്താവ് ദൂത് പറയുമ്പോൾ ഒറിജിനൽ ചർച്ചകളെ എങ്ങനെ തിരിച്ചറിയാം? എല്ലാ ചർച്ചകളിലും ആരാ സംസാരിക്കുന്നേ? കർത്താവ് പ്രസംഗിക്കുന്നു. നിങ്ങളത് വായിച്ചു നോക്കിയാൽ ഒറിജിനൽ ചർച്ചിന്റെ പ്രത്യേകതയുണ്ട്. എല്ലാ ചർച്ചകളോടും കർത്താവ് സംസാരിക്കുന്നു. എല്ലാ ചർച്ചകളും കേൾക്കുന്നത് ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എല്ലാ സഭകളോടും എന്നാ പറയുന്നു? ജയിക്കണം, ജയിക്കണം, ജയിക്കണം. ഒറിജിനൽ ചർച്ചകളാണെങ്കിൽ നിങ്ങളത് കേട്ടിരിക്കും. ജയിക്കണം, ജയം പ്രാപിക്കണം, ജയം പ്രാപിക്കണം, ജയം പ്രാപിക്കണം. ഗ്ലോറി. അല്ല എങ്കിൽ നിങ്ങൾ കേൾക്കും ആരാധിക്കണം, ആരാധിക്കണം, ആരാധിക്കണം. ആരാധിക്കേണ്ടെന്നല്ല, ആരാധിക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ ജയം പ്രാപിക്കണം. ഗ്ലോറി. ഈ 7 സഭകൾക്ക് ദൂത് പറഞ്ഞല്ലോ. കർത്താവ് ഏതെങ്കിലും ഒരു സഭയോട് ആരാധിക്കണമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോ? പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോ? ഇല്ല. എല്ലാ സഭകളോടും എന്നാ പറഞ്ഞേ? ജയിക്കണം, 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 ജയിക്കണം. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ ആരാധിക്കണം, സ്തുതിക്കണം, പ്രാർത്ഥിക്കണം. പക്ഷെ അതുകൊണ്ട് ഒതുക്കരുത്. ജയം പ്രാപിക്കണം, ജയം പ്രാപിക്കണം. ഗ്ലോറി ടു ഗോഡ്. ആ തലത്തിലേക്ക് വരണം. ഇനിയും കർത്താവ് ഫിലദൽഫിയ സഭയോട് പറയുമ്പോൾ പറയാണ് സാത്താന്റെ വള്ളിക്കാരായവർ. ഗ്ലോറി. വീണ്ടും പറയാണ് സാത്താന്റെ വള്ളിക്കാരെ കുറിച്ച്. വായിച്ചേ അതിന്റെ 3-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റും, യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ വള്ളിയിൽ നിന്ന് വരുത്തും. അപ്പൊ കർത്താവിന്റെ ദൃഷ്ടിയിൽ ഏത് വള്ളിക്കാരുണ്ട്? കർത്താവിന്റെ ദൃഷ്ടിയിൽ ഏത് വള്ളിക്കാരുണ്ട്? നമ്മൾ ചിന്തിക്കുന്ന പോലെ ഇന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ ചർച്ച സാത്താൻ വന്നത്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിന്റെ ദൃഷ്ടിയിൽ സാത്താന്റെ വള്ളിക്കാരുണ്ട്. ഗ്ലോറി. ഹല്ലേലൂയ. ആ യഹൂദരെന്ന്, അതായത് കളവായി പറയാ, ക്രിസ്തുവിന്റെ വള്ളികളാണെന്ന് കളവായി പറയുക, യഥാർത്ഥത്തിൽ സാത്താന്റെ വള്ളികളാണ്. ഈ ജനത്തെ കുടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. കുടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് എങ്ങനെയാ അറിയാം? ആ ഭാഗത്തേക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയും, യേശു ക്രിസ്തുവിന്റെ സകല കാര്യങ്ങളെ കുറിച്ച് പറയും. പക്ഷേ ഇതാ ദൈവരാജ്യം അവകാശമാക്കുന്നതിനെ കുറിച്ച് മിണ്ടത്തില്ല, സഹിഷ്ണുതയെ കുറിച്ച് പറയത്തില്ല, യേശുവിനെ അനുഗമിക്കുന്നതിനെ കുറിച്ച് പറയത്തില്ല. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പകരം എന്ത് പറയും? ജനം എന്ത് ആഗ്രഹിച്ച് കടന്നു വരുന്നുവോ അവർക്ക് ലോകം കിട്ടാനാണ് ആഗ്രഹം, ലോകം കിട്ടാനാണ് താല്പര്യം. അതുകൊണ്ട് ഈ ജനത്തെ പ്രസാദിപ്പിച്ചു മുന്നോട്ടേക്ക് പോകാം. ഞാൻ ഈ യാത്രയിൽ ഒരു ദേവദാസനെ കണ്ടു. ആ ദേവദാസനോട് 2 ദേവദാസന്മാരെ കണ്ട്, 2 പേരും 2 രീതിയിലാണ് പറഞ്ഞത്. ഒരു ദേവദാസൻ പറഞ്ഞു, ദേവദാസനെ കാര്യങ്ങളൊക്കെ കൊള്ളാം, എങ്ങനെയുണ്ട് ആത്മീയത എന്ന് വെച്ചപ്പോൾ കാര്യങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ ജനത്തിന് താല്പര്യമില്ല ദേവദാസനെ. അപ്പൊ ജനത്തിന് താല്പര്യമില്ല. അപ്പോ അദ്ദേഹം ജനത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ട് അദ്ദേഹം ആ പ്രസംഗം നിർത്തി താൻ പഴയ പ്രസംഗം തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഗ്ലോറി. എൻ്റെ ഹൃദയത്തിന് അകത്ത് പറഞ്ഞു അപകടം. വേറെ ദേവദാസനെ കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ദൈവരാജ്യം പ്രസംഗിക്കാൻ തുടങ്ങി, എൻ്റെ സഭ 2ആയി. അപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, ദേവദാസനെ അച്ഛച്ച, നമ്മളിങ്ങനെ ദൈവരാജ്യം പ്രസംഗിക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ സഭ 2ആണോ? അങ്ങ് കുറച്ച് ലോകവും കൂടി ചേർത്ത് പറ, എങ്കിലേ കാര്യം നടക്കൂ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ആകെ വല്ലാതെയായി. പക്ഷെ ദൈവരാജ്യം തന്നെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്താണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. ഇതാ 2 ദേവദാസന്മാർ 2 അഭിപ്രായമാണ്. ഈ ദേവദാസൻ പറഞ്ഞു എൻ്റെ സഭ 2ആയി എന്ന്. ഞാൻ പറഞ്ഞു തീർച്ചയായും ദൈവരാജ്യം പ്രസംഗിച്ചാൽ സഭ 2ആകും. കാരണം ദൈവരാജ്യം പ്രസംഗിക്കുമ്പോൾ ഒന്ന്, ദൈവരാജ്യം ആരംഭിക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നല്ല, ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്നാണ്. ഗ്ലോറി. ദൈവരാജ്യം പ്രസംഗിക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിനൊപ്പം നിൽക്കാൻ കഴിയാതെ സ്വന്തം രാജ്യക്കാരെല്ലാവരും അതിൽ നിന്ന് മാറുവാനിടയാകും. ഗ്ലോറി. ദൈവരാജ്യം പ്രസംഗിക്കുമ്പോൾ യേശുവിനെ പോലെ ആയിത്തീരും. എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിവുള്ളതല്ല, ആ ലെവലിലേക്ക് വരും. യേശു പറയാണ് എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിവുള്ളതല്ല. ഗ്ലോറി. കാരണം ഞാൻ എൻ്റെ പിതാവിന്റെ രാജ്യത്തിലാണ്. ഗ്ലോറി. എൻ്റെ പിതാവിന്റെ രാജ്യത്തില് എൻ്റെ പിതാവ് പറയുന്നു, ഞാൻ പറയുന്നു. എൻ്റെ പിതാവ് കാണിക്കുന്നു, ഞാൻ അത് കാണിക്കുന്നു. എൻ്റെ പിതാവ് പോകാൻ പറയുന്നു, ഞാൻ എങ്ങോട്ടേക്ക് പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് അമ്മയോ പെങ്ങന്മാരോ ചേട്ടന്മാരോ അല്ലെങ്കിൽ അമ്മയോ പെങ്ങന്മാരോ അനിയന്മാരോ ആരെങ്കിലും വന്ന് നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു എൻ്റെ സമയം ഇതുവരെയും
ആയിട്ടില്ല എന്ന് പറയുന്നു. എപ്പോഴാണ് എൻ്റെ സമയം? എൻ്റെ പിതാവ് പറയുന്ന സമയമാണ് എൻ്റെ സമയം. അതിന്റെ അർത്ഥം എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ എൻ്റെ പിതാവിന്റെ രാജ്യത്തിലാണ്. സ്വയമേ ചെയ്യാൻ കഴിയുന്നവർക്ക് അവർക്ക് പലതും ചെയ്യുവാൻ കഴിയും. ഗ്ലോറി, അവർക്ക് പലതും ചെയ്യാൻ കഴിയും. ദൈവരാജ്യത്തിലുള്ളവരുടെ തെളിവ് ഇതാണ്, അവർക്ക് സ്വയമേ ഒന്നും ചെയ്യുവാൻ കഴിവുള്ളതല്ല. സ്വന്തം രാജ്യത്തിലുള്ളവരുടെ തെളിവ് ഇതാണ്, അവർക്ക് സ്വയമേ ചെയ്യുവാൻ കഴിയും. ഗ്ലോറി. അപ്പോ പ്രിയ ദൈവത്തിനെ, ദൈവരാജ്യം പ്രസംഗിച്ചാൽ സഭ രണ്ടാകുമെന്നുള്ളത് ഉറപ്പാ. കാരണം സ്വന്തം രാജ്യക്കാരും സ്വന്തം ഇഷ്ടക്കാര് ഒരു സൈഡിലേക്ക് മാറും, ദൈവ ഇഷ്ടക്കാര് വേറൊരു സൈഡിലേക്ക് മാറും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇതാണ് യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ സംഭവിച്ചത്. വമ്പൻ പുരുഷാരം യേശുവിന്റെ പുറകെ. എന്നാൽ യേശു ക്രിസ്തുവിനെ ഇവർ അന്വേഷിക്കുന്നത് ഈ മരണത്തിന് കീഴിലുള്ള സാധനങ്ങൾ യേശുവിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയാ. യേശു ഉടനെ പറഞ്ഞു, അതിന്റെ 6:27, നശിച്ചു പോകുന്ന ഈ മരണത്തിന്റെ കീഴിലുള്ള ഇതിനു വേണ്ടിയാണോ നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്? പകരം മരണത്തിന്റെ മുകളിലുള്ള നിത്യമായി നിലനിൽക്കുന്നതിന് വേണ്ടി അന്വേഷിപ്പേൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞ് പ്രസംഗം താഴേക്ക് വന്നപ്പോ ഇതാ സ്വന്തം രാജ്യക്കാർ ഒരു സ്ഥലത്തേക്ക് മാറി, ദൈവരാജ്യക്കാർ വേറൊരു സൈഡിലേക്ക് മാറി. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോ നിത്യജീവന്റെ മൊഴികൾ നിന്റെ അടുക്കലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ എങ്ങോട്ടേക്ക് പോകും? അപ്പോൾ പ്രിയരെ മനസ്സിലാക്കുക, കർത്താവിന്റെ ചിന്തപ്രകാരം സാത്താന്റെ പള്ളിക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ചർച്ചിലേക്ക് കയറുമ്പോഴും നമുക്ക് ദർശനം മനസ്സിലാക്കി നാം കയറണം. നമ്മളുടെ ദൈവദാസൻ, നമ്മൾ തെരഞ്ഞെടുക്കുന്ന ദൈവദാസൻ നമ്മളുടെ അന്ത്യം കുറിക്കും. ഗ്ലോറി. നമ്മൾ ഏത് ദൈവദാസനെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു ആ ദൈവദാസൻ എവിടെയാണോ പോകുന്നത് അവിടെ നമ്മളും പോകും. ഗ്ലോറി. ആ ദൈവദാസൻ നരകത്തിലാണ് പോകുന്നതെങ്കിൽ സംശയിക്കേണ്ട, നമ്മൾ നരകത്തിലേ പോവുള്ളൂ. ആ ദൈവദാസൻ സ്വർഗരാജ്യത്തിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ സ്വർഗരാജ്യത്തിലേ പോകുള്ളൂ. ഇതുകൊണ്ടാണ് കർത്താവ് പറയുവാനായിട്ട് ഇടയായത്, ഇതാ ശിഷ്യൻ ഗുരുവിനേക്കാൾ മീതയല്ല. ഗുരു എങ്ങോട്ട് എത്തുന്നുവോ അവിടെ എത്തുവാനായിട്ട് ഇടയാകും. ഗ്ലോറി ടു ഗോഡ്. ഇതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തില് വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയാനിടയായത്, യഹൂദന്മാരോട് തന്നെ അവർ തിരസ്കരിച്ചു, ദൈവരാജ്യം പ്രസംഗിച്ചു നടക്കുന്ന തന്നെ അവർ കഴിഞ്ഞപ്പോ പൗലോസ് അവരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ആദ്യം സുവിശേഷം നിങ്ങളോട് പറയേണ്ടത് അത്യാവശ്യമായിരുന്നു. എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിത്യജീവനെ അയോഗ്യരെന്ന് നിങ്ങളെ തന്നെ വിധിച്ചു കളഞ്ഞതിനാൽ, നിങ്ങളെ തന്നെ നിങ്ങൾ ജഡ്ജ് ചെയ്തു. നിങ്ങൾ നിത്യജീവന് അയോഗ്യരാണ്. ദൈവരാജ്യം പ്രസംഗിച്ചു നടക്കുന്ന എന്നെ നിങ്ങൾ തള്ളി. അതിന്റെ അർത്ഥം ദൈവരാജ്യം എന്ന സുവിശേഷത്തെ നിങ്ങൾ തള്ളി. ഗ്ലോറി. നിങ്ങളെ തന്നെ വിധിച്ചു. അതിന്റെ അർത്ഥം ഇനി കർത്താവ് വിധിക്കേണ്ട, അതിനു മുമ്പ് നിങ്ങൾ വിധി കഴിച്ചു. നിങ്ങളെ തന്നെ വിധിച്ചു. നിങ്ങൾ നിത്യജീവന് അയോഗ്യർ. ഗ്ലോറി. അതിന്റെ അർത്ഥം നമ്മൾ ഏത് ദൈവദാസനെ കേൾക്കാൻ തെരഞ്ഞെടുക്കുന്നുവോ നമ്മുടെ അവസാനം നമ്മൾ വിധിച്ചു കഴിഞ്ഞു, നമ്മൾ തീരുമാനമെടുക്കുകയാണ്. ഗ്ലോറി. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഈ നാളുകളിൽ ഇത് സൂക്ഷിച്ച് നാം കൈകാര്യം ചെയ്താൽ നമുക്ക് ഇത് നന്മയായിരിക്കും. ലോർഡ്, ഐ ലവ് യു. നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡായിരിക്കും ഈ മണ്ഡലത്തിലൊക്കെ നമുക്ക് തരുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഇവിടെ അറിയാം. ശ്രദ്ധിച്ചേ, എലിയെ എങ്ങനെയാ പിടിക്കുന്നേ? എലിക്കൂട്ടിലെ എലി എങ്ങനെ പിടിക്കണേ? എലിക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണമാണ് കൊടുക്കുന്നത്, അതോ എലി അടുത്ത് കൂടി പോയി കഴിഞ്ഞാൽ എലിക്ക് അതിൻ്റെ വാസന കേട്ട എലി അതിൻ്റെ അടുത്ത് വരണം? ഇതേപോലെയുള്ള ഫുഡാണ് എലിക്ക് കൊടുക്കുന്നത്. എലി ഒരു കൂട്ടിൽ കയറി അതിനെ പിടിച്ചു, ഇതിനെ കുടുക്കിയതുപോലെ മനുഷ്യർക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും പിശാച് ഓഫർ ചെയ്യുന്നത്. അതിൽ വീഴരുത്, വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കണം. കുഞ്ഞുങ്ങളെ, ഈ നാളുകളിൽ ദുഷ്ടൻ വാഴുന്ന ഈ ലോകത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ എന്തേ ഉള്ളൂ? തന്ത്രങ്ങളേ ഉള്ളൂ. പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരാകരുത്. പല നിഷ്കളങ്ക ഹൃദയരും ഇതൊന്നും ഡിസൈൻ ചെയ്യാതെ മനുഷ്യരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി അവർ മൂവ് ചെയ്യുന്നു. അവരുടെ പ്രാണൻ കണിയിലാകുന്നു. അപ്പോൾ പ്രിയരെ, എപ്പോഴും നമ്മൾ ഫലം നോക്കി തിരിച്ചറിയുക. പിശാച്, സാത്താൻ പോലും പ്രഭാപൂരവുമായ മാലാഖയുടെ വേഷമണിയും. ഗ്ലോറി. പക്ഷെ ഒന്ന് മനസ്സിലാക്കാം, അവൻ്റെ ഓഫർ ദൈവരാജ്യമല്ല, അവൻ്റെ ഓഫർ ലോകമാണ്. ഗ്ലോറി. എന്നാൽ കർത്താവിൻ്റെ ഓഫർ മറ്റൊന്നുമല്ല, കർത്താവിൻ്റെ ഓഫർ ദൈവരാജ്യം മാത്രമാണ്. ഗ്ലോറി. ദൈവരാജ്യം മാത്രം. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം പ്രസംഗിപ്പിൻ.
ഗ്ലോറി. നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം പ്രസംഗിപ്പീൻ, രോഗികളെ സൗഖ്യമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ. 2 കാര്യം ചെയ്യുക, 1 കാര്യം പ്രസംഗിക്കുക. ഗ്ലോറി. ഈ പറഞ്ഞ മണ്ഡലങ്ങളിൽ ഓരോ മണ്ഡലങ്ങളിലും നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ഏത് ഫലത്തിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഗ്ലോറി. ഏത് ഫലത്തിലേക്കാ? ദൈവരാജ്യം പ്രസംഗിച്ചു, നാം മൂവ് ചെയ്യുന്നു. ആ സമയം തന്നെ ഇതാ രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു. ഈ സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ നിന്ന് ദൈവരാജ്യം അടർത്തി മാറ്റിയിട്ട് ഇതാ മനുഷ്യർക്ക് ഇഷ്ടപ്പെട്ട രോഗികളെ സൗഖ്യമാക്കലും ഭൂതങ്ങളെ പുറത്താക്കലും മാത്രമാക്കി നമുക്ക് മാറ്റാം. ഗ്ലോറി. ഹല്ലേലൂയ. ആ ഒരു തലത്തിൽ പോയാൽ അപകടമാണ്. ഇതുകൊണ്ടാണ് മത്തായിയുടെ 7:22-23 വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നിന്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി എന്ന് പറയുന്ന ആ ഗ്രൂപ്പിനെയും പുറത്താക്കുന്നത്. ഏറ്റവും പ്രാധാന്യം ഈ ജനം ദൈവരാജ്യത്തിൽ എത്തുക എന്നുള്ളതാണ്. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളും ആവശ്യമാണ്. എന്നാൽ അതിൻ്റെ ഉദ്ദേശം യേശു കർത്താവെന്ന് ഈ കുഞ്ഞുങ്ങൾ വിശ്വസിക്കുകയും അത് നിമിത്തം അവർക്ക് ജീവൻ ഉണ്ടാകുവാനും വേണ്ടിയാണ്. ഗ്ലോറി ടു ഗോഡ്. ആദ്യം നമുക്ക് ഡെലിവറൻസ് നമ്മൾ ആരംഭിച്ചിട്ട് നമ്മൾ ഫെല്ലോഷിപ്പ് ചെന്ന് അവസാനിക്കുന്നു. ഗ്ലോറി. ഹല്ലേലൂയ. എന്നെന്നും ഡെലിവറൻസ് അല്ല, പകരം നമ്മൾ മറ്റുള്ളവർക്ക് ഡെലിവറൻസ് കൊടുക്കുവാൻ തക്കവണ്ണം നമ്മളിലൂടെ ദൈവം ഒരു ചാനലായി മാറുവാനായിട്ട് ഇടയാകും. നമ്മൾ ഈ ഭൂമിയിലേക്ക് സ്വർഗത്തിൻ്റെ വാതിലുകളായി തീരുവാനിടയാകും. അപ്പോൾ ചതിക്കപ്പെടരുത് എന്ന് ദൈവത്തിൻ്റെ വചനം വീണ്ടും നമ്മളോട് പറയുകയാണ്. ഇതാ ഓരോ സഭകളും, നിങ്ങൾ ഇവിടെ നിന്ന് പോയാലും ഈ ശബ്ദപരിധിയിൽ എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളൊരു മണ്ഡലത്തിൽ ചെന്നൊരു സഭയെ തിരഞ്ഞെടുക്കുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം ആ ദൈവദാസന്റെ ക്വാളിറ്റി എന്താണ്, ഏത് തലത്തിലാണ് പോകുന്നത്. പൗലോസ് പറഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ കടന്നു വരും. അവർ ശിഷ്യന്മാരെ വിപരീത ഉപദേശം പറഞ്ഞ് തങ്ങളുടെ പിന്നാലെ വലിച്ചിഴയ്ക്കും. ഗ്ലോറി. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഈ നാളുകളിൽ വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കുക. ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായും കർത്താവ് നിങ്ങളോട് സംസാരിച്ചു എന്ന്. എന്നാൽ ഒരു അല്പസമയമെടുക്കും നിങ്ങൾ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് മനസ്സിലാകാൻ. ആത്മീയമായ നമ്മൾ 1-2 കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. അത് നിങ്ങളുടെ ജീവിതത്തെ ശ്രദ്ധയോടെ കൊണ്ടുപോയാൽ നിങ്ങൾ കുഴികളിൽ വീഴാതെ രക്ഷ പ്രാപിക്കുവാനായിട്ട് ഇടയാകും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ ഈ ദുഷ്ടൻ വാഴുന്ന ഈ മണ്ഡലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, ഒരു ജന്മദിനവാതിലൂടെ തുടങ്ങി ഒരു മരണദിനവാതിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും പല കുഴികളിലും വീണുപോയി. അറിവില്ല, പലതിലും വീണുപോയി. എങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, ഞാൻ പലതിലും വീണുപോയി, എന്നോട് ക്ഷമിക്കണമേ. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. മാത്രമല്ല ആ കുഴികളിൽ നിന്ന് പുറത്തു വരുവാൻ എന്നെ സഹായിക്കണമേ. പലപ്പോഴും എൻ്റെ പല ആത്മീക ബന്ധങ്ങളും തകർന്നുപോയി, എന്നോട് ക്ഷമിക്കണമേ. ഒന്ന് ശ്രദ്ധിക്കുവാൻ, ശ്രദ്ധിച്ച് മുന്നോട്ടേക്ക് പോവാൻ, അങ്ങയുടെ ആത്മാവിനെ ആലോചന ചോദിച്ച് മുന്നോട്ടേക്ക് പോകുവാൻ എന്നെ സഹായിക്കണമേ. അതിനായി എന്നെ ഏൽപ്പിക്കുന്നു. ഈ ലോകത്തുള്ള കുരുക്കുകളിൽ, പിശാച് ഒരുക്കുന്ന തന്ത്രങ്ങളിൽ കുരുക്കുകൾ വീണു പോകാതിരിപ്പാൻ എന്നെ സഹായിക്കണമേ. അതിനായി എന്നെ ഏൽപ്പിക്കുന്നു. കർത്താവേ, എന്നെ നയിക്കണമേ. കർത്താവേ, എന്നെ നടത്തണമേ. നിത്യ തേജസ്സിൽ ഞാൻ എത്തപ്പെടുവാൻ എന്നെ സഹായിക്കണം. ഓരോ ഹൃദയങ്ങളും പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ സ്വകീയ പിതാവേ, അങ്ങയുടെ മക്കൾക്കായി സ്തോത്രം. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങയുടെ സന്ദേശം കേട്ട അങ്ങയുടെ മക്കൾ, അവർക്ക് ഡിസൈൻ ചെയ്യുവാനുള്ള കഴിവില്ല, ശക്തിയില്ല. പിതാവേ, അങ്ങ് അവർക്ക് ഡിസൈൻ ചെയ്യാനുള്ള കഴിവ് കൊടുക്കണമേ, ശക്തി കൊടുക്കണമേ. അങ്ങയുടെ കുഞ്ഞുങ്ങളെ പൂർണ്ണമായും ദൈവരാജ്യ അവകാശമാക്കുവാൻ, ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോകാനല്ല കർത്താവേ, ദുഷ്ടനൊരുക്കുന്ന കണികളിൽ വീണു പോകാനല്ല, സാത്താൻ്റെ പള്ളികളിൽ വീണു പോകാനല്ല കർത്താവെ, ദൈവരാജ്യ അവകാശമാക്കുവാൻ മക്കളെ അങ്ങ് സഹായിക്കണമേ. കർത്താവെ, സഹിഷ്ണുതയോടെ അത് സഹിച്ച് ആ മണ്ഡലത്തിൽ എത്തപ്പെടുവാൻ, കർത്താവെ,
ആ ദൈവാനുരൂപനായ പുതുമനുഷ്യനെ വെളിപ്പെടുത്തുവാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണം. ഒരു ചർച്ചിൽ കയറി എന്നുള്ള ആശ്വാസത്തിൽ അവസാനിപ്പിക്കാതെ ദൈവരാജ്യത്തിൽ എത്തുവാൻ തക്കവണ്ണം പോരാടുവാൻ മക്കളെ സഹായിക്കണം. അതിനായി കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശബ്ദപ്രതിയുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരൊരു അനുഗ്രഹമായിരിക്കട്ടെ. കർത്താവേ, ഇപ്പോഴും കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നല്ലോ, അങ്ങയുടെ സാന്നിധ്യവും തേജസ്സും കുഞ്ഞുങ്ങളോട് കൂട്ടായിരിക്കണം. കേട്ട വചനം ദീപം പോലെ കരുതി ജീവിതത്തിൽ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ അങ്ങയുടെ കുഞ്ഞുങ്ങളെ അങ്ങ് സഹായിക്കണം. ദുഷ്ടൻ്റെ കണികൾ വീണുപോകാതെ അങ്ങ് അവരെ സംരക്ഷിക്കണം. അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഇവർ ഞാൻ അനുഗ്രഹിക്കുന്നു അങ്ങയുടെ നാമത്തിൽ. ഇവരുടേതായ ഭവനങ്ങളിൽ, ഇവരുടേതായ ഓഫീസുകളിൽ, ഇവരുടേതായ ബിസിനസ്സുകളിൽ, ഇവരുടേതായ ആത്മീയ ജീവിതത്തിൽ, ഇവരുടെ സകല മേഖലയിലും എൻ്റെ കർത്താവ് തന്ന അനുഗ്രഹം ഈ മക്കളുടെ മേൽ കൽപ്പിക്കുകയാണ്. ഈ മക്കളൊരു അനുഗ്രഹമായിരിക്കട്ടെ. സകല മേഖലയിലും ഇവർ ഒരു പ്രകാശമാകട്ടെ. ക്രിസ്തുവിന്റെ പ്രകാശം യേശുവിൻ നാമത്തിൽ തന്നെ. ശോണിതലേ ക്ഷീണം ഭവിച്ചിടാതെന്നെയും നാഥ, ശോണിതലേ ക്ഷീണം ഭവിച്ചിടാതെന്നെയും നാഥ, അണിപ്പഴുതുള്ള പാണികളാലേ, അണിപ്പഴുതുള്ള പാണികളാലേ പ്രീണിച്ചനുഗ്രഹിച്ചിടുക നിത്യം, പ്രീണിച്ചനുഗ്രഹിച്ചിടുക നിത്യം. തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥ, തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥ.